أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين يسألونك ماذا ينفقون قل ما أنفقتم من خير فللوالدين والأقربين واليتامى والمساكين وابن السبيل وما تفعلوا من خير فإن الله به عليم. സദക്കയെക്കുറിച്ചാണ് ഇവിടെ ചോദ്യം. അതായത് എന്ത് കൊടുക്കണം, എത്ര കൊടുക്കണം, ആർക്ക് കൊടുക്കണം, അതൊന്നും ചോദ്യം ഉണ്ടാവില്ലേ. എന്താ കൊടുക്കേണ്ടത്, എത്രയാ കൊടുക്കേണ്ടത്, ആർക്കാ കൊടുക്കേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആർക്ക് കിട്ടണം എന്നതിലാണ് അതിന് പ്രാധാന്യം. എത്ര കൊടുക്കണമെന്ന് ഉള്ളത് കൊടുക്കാന്നല്ലാണ്ട് അത്ര ഇത്ര എന്ന് പറഞ്ഞാൽ നടക്കൂലല്ലോ. ഇനി ഇന്നത് എന്ന് പറഞ്ഞാൽ പൊന്നു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പൊന്നുണ്ടായിക്കൊള്ളുന്നുണ്ടാവും. അപ്പം ഉപകാരപ്രദമായി എന്തും കൊടുക്കാം, കഴിവുള്ളതിനനുസരിച്ച് എത്രയും കൊടുക്കാം. പക്ഷെ കിട്ടേണ്ടതാണ്, ആർക്കാണ് കിട്ടേണ്ടത് എന്നതിനാണ് പ്രാധാന്യം. അതാണ് ഉത്തരത്തിൽ പറയുന്നത്. അതാ യസ്അലൂനക മാദാ യുൻഫിഖൂൻ, എന്താണ് ചെലവാക്കേണ്ടതെന്ന ചോദ്യവും ഉത്തരവും തമ്മിലില്ല, മുതാബഖത്ത് ദാഹിൽ കാണൂല. അയ്യു ഷൈഇൻ യതസദ്ദഖൂന ബിഹി, എന്തുകൊണ്ടാണ് സദഖ ചെയ്യേണ്ടത്, മിൻ അസ്നാഫി അംവാലിഹിം, അവരെ മുതലിൽ നിന്നുള്ള വിഭാഗം ഉണ്ടല്ലോ. ഭക്ഷണ വസ്തുക്കളാണോ, അല്ല വസ്ത്രമാണോ, സ്വർണമാണോ, വെള്ളിയാണോ, ഇങ്ങനെ പലതും. അതാ ചോദ്യം. മാദാ യുൻഫിഖൂന നസലത്ത്, ഈ ആയത്തിറങ്ങിയത് ഹീന ഹസൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രേരിപ്പിച്ചു അല തസദ്ദുഖ ഫീ സബീലില്ലാഹ്, അള്ളാഹിന്റെ ഫീ സബീലിൽ സദഖ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചപ്പോഴാണ്. ആരാ ചോദിക്കുന്നത്? വസഅല അംറു ബിനുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു. കുറച്ച് ചരിത്രം സഹാബത്തിന്റെ കിസ്സയിൽ ഓതിയിട്ടുണ്ട്. മൂപ്പറാണ് ചോദിച്ചത്. വഹുവ ശൈഖുൻ ഫാനിൻ, വളരെ പ്രായാധിക്യമുള്ള ഒരു ശൈഖാണ് മൂപ്പർ. എന്നിട്ടും യുദ്ധത്തിന് പോയില്ലേ. വലഹു മാലുൻ അലീമുൻ, ധാരാളം സമ്പത്തുമുണ്ട്. ഫഖാല മാദാ നുൻഫിഖു യാ റസൂലുള്ളാഹി മിൻ അംവാലിനാ, നമ്മുടെ സമ്പത്തിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലെ എന്താണ് ചെലവാക്കേണ്ടത്, വൈന നളഉഹ, ഇതെവിടെയാണ് വെക്കേണ്ടത് എന്നല്ലേ. ഖുൽ, അതിന് മറുപടി, മാ അൻഫഖ്തും മിൻ ഖൈറിൻ, നിങ്ങൾ ഖൈറായ എന്ത് ചെലവാക്കിയാലും അബന്ധില്ല ഇന്നത് കൊടുക്കണമെന്ന് നമ്മൾക്ക് പ്രശ്നമില്ല, കിട്ടേണ്ടതായിരിക്കാം. അതാ പറഞ്ഞു കൊടുത്തരാം. ഫലിൽ വാലിദൈനി, പിന്നെ വൽ അഖ്റബീന വൽ യതാമ വൽ മസാകീനി വബിനിസ് സബീൽ, മാതാപിതാക്കന്മാർക്ക്, അതുപോലെ അടുത്ത ബന്ധുക്കൾക്ക്, യതീമക്കൾക്ക്, മിസ്കീന്മാർക്ക്, ഇബ്നിസ് സബീൽ, ഇവരാണ് അതിൻ്റെ അവകാശികൾ. അത് മനസ്സിലായില്ലേ? അയ്യു ഷൈഇൻ അൻഫഖ്തും മിൻ അയ്യി ഖൈരിൻ കാന, അപ്പൊ ഖൈർ എന്ന് പറഞ്ഞ മുതലുപയോഗിച്ച് ധാരാളം ഖൈർ സമ്പാദിക്കാൻ കഴിയും എന്നുള്ള അടിസ്ഥാനത്തിൽ എന്തായി മുതലിന് ഖൈർ എന്ന് പേര് വന്നു. അതെ. അതാ അപ്പോ വൽ മാലു യുസമ്മ ഖൈറൻ, മാലിനെ സംബന്ധിച്ച് എന്താ പറയും, ഖൈർ എന്ന് പറയും. അതാണ് മിൻ ഖൈരി. ലിഅന്ന ഹഖഹു, എന്തുകൊണ്ട് മാലിന്റെ ഹക്ക് എന്താണ്, അൻ യുസ്റഫ ഇലാ ജിഹത്തിൽ ഖൈർ, ഖൈറിന്റെ ഭാഗത്തേക്ക് ചെലവാക്കപ്പെടലാണ് എന്ത്, മാലിന്റെ ഹക്ക്. അത് നോക്കിയിട്ട് എന്ത് പറയും, ഖൈർ എന്ന് പേര് പറയും. അപ്പൊ ഫലിൽ വാലിദൈൻ, വാലിദൈനാണ്. അപ്പൊ ചോദ്യവും ഉത്തരവും തമ്മിൽ എന്തില്ല, വളരെ ചോദിച്ചു പോകുന്നില്ല എന്ന് തോന്നും. അതെ, അതാ പറയുന്നത് ബുനിയൽ കലാമു അലാ മാ ഹുവ അഹമ്മു,
മൂന്ന് കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്ത് കൊടുക്കണം, എത്ര കൊടുക്കണം, ആർക്ക് കൊടുക്കണം. ഇതിൽ നിന്ന് ഏറ്റവും പ്രാധാന്യമുള്ളതിൻ്റെ മുകളിലാണ് എന്താക്കി കലാമെടുത്തത്. ബഹുവ ബയാനുൽ മസ്റഫി, എങ്ങോട്ട് ചെലവാക്കണം എന്നതിൻ്റെ വ്യാഖ്യാനമാണത്. എന്തുകൊണ്ട് ഒരു നഫക പരിഗണിക്കപ്പെടുകയില്ല ഇല്ല അൻ തനഅഹ മൗഖിഹ, അതിൽ ശരിയായ സ്ഥാനത്ത് വെച്ചാലല്ലാതെ. അതില്ലേ, അപ്പൊ കിട്ടേണ്ട അതാണ്. വൽ അക്രബീന, വലിദനിബിനർത്ഥം പറയണ്ടല്ലോ. അക്രബീങ്ങള് യത്താമ ഉള്ളത് അൽ മുഹ്താജീൻ. ഏത് യത്താമയിലുണ്ടാകും വലിയ സമ്പന്നന്മാർ ഉപ്പ വെച്ചാലും പറയാലോ യത്തീമെന്ന്. മനസ്സിലായില്ല? യത്തീമായതുകൊണ്ടെന്നില്ല മിസ്കീനോ സക്കാത്തിന്റെ അവകാശമായിക്കൊള്ളുന്നില്ല. ഉപ്പ വെച്ച് കിട്ടിയാൽ മതിയല്ല. അതുകൊണ്ടാണ് അൽ മുഹ്താജീന, മുഹ്താജീങ്ങളായ യത്തീമക്കളും. അപ്പൊ രണ്ട് വസ്തു തുറക്കും. പിന്നെ വൽ മസാക്കീൻ വബിനിസ് സബീൽ. അപ്പൊ വലം യതഅറദ് ലിസ്സായിലീന വൽദിഖാബ്. അപ്പൊ ചോദിക്കുന്ന ആള് ചോദിച്ചു വരുന്ന ആളല്ലോ, അവരെയും അടിമത്വ മോചിപ്പിക്കലിനെയും ഇവിടെ എണ്ണിയിട്ടില്ല. മുമ്പ് എണ്ണിയിട്ടുണ്ട്. വസായിലിന ഫിദ്ദിഖാബീന് ലൈസൽ ബിർറാന്റെ വ്യാഖ്യാനത്തിൽ. അതുകൊണ്ടാണത് ലിദുഖൂലിഹിം തഅത ഉമൂമി ഖൗലിഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഖൗലിന്റെ ഉമൂമിൽ അത് പെട്ടിട്ടുണ്ട്. ഏത്? എന്താണ്? വമാ അയ്യ ഷൈഇൻ തഫ്അലൂ മിൻ ഖൈരിൻ, നിങ്ങൾ എന്ത് ഖൈർ ചെയ്താലും. അപ്പൊ സദഖാന്നില്ല കണക്കില്ല. ഖൈറായ എന്ത് കാര്യം, അത് ദിക്റു ആവാം, തസ്ബീഹ് ആകാം, സലാത്താകാം, നിസ്കാരാകാം, എന്ത് ഖൈർ. فإنه شامل لكل خير واقع في أي مصرف كان. മസ്റഫ് ഏതാന്ന്? ഒന്ന് വാലിദൈനി, രണ്ട് അക്രബ്, മൂന്ന് യതാമ, മസാക്കീന്, മിസ്സദിൽ. അപ്പം ഫഇന്നല്ലാഹ ബിഹി അലീം, അതുകൊണ്ട് അല്ലാഹു തആല അറിയുന്നവനാണ്. അപ്പൊ സദഖ മാത്രമല്ല അന്ന് അറിയല്. ഐ ഇൻ തഫ്അലു ഖൈറൻ, എന്ത് ഖൈർ പ്രവർത്തിച്ചാലും ഫഇന്നല്ലാഹ യഅലമു കുന്നഹു, അതിന്റെ ശരിയായ എല്ലാ വശങ്ങളും. കുന്ന് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന്റെ ഒന്നും ഒഴിയാതെ എന്റെ സമ്പൂർണമായ രീതിയിലുള്ള അറിവിനാണ് കുഞ്ഞ് എന്ന് പറയും. ബില്ലോജഹ് എന്ന് പറയും. ബില്ലോജഹ് ഒരു ബിലേന അറിയാം എന്താന്ന് ഇന്ന്. അതിന്റെ കൂടുതൽ തഫ്സീൽ ചോദിച്ചാൽ ഉത്തരം കിട്ടൂല. അപ്പൊ കുഞ്ഞ് അത് അല്ലാഹു തആല അറിയും. വയുവാഫി, നമ്മുടെ കാണുന്നത് വയൂഫി സവാബഹു, അതിന്റെ സവാബിനെ അല്ലാഹു തആല പൂർത്തിയാക്കി കൊടുക്കുകയും ചെയ്യും. അതാണ് ഇതിന്റെ അർത്ഥം ഫഇന്നല്ലാഹ ബിഹി അലീം. അപ്പൊ എന്താ, ആദ്യം ചോദ്യത്തിന് സദഖ വന്നപ്പോൾ അതിനുശേഷം സദഖയും സദഖയല്ലാത്ത എന്ത് കാര്യങ്ങൾ അല്ലാഹു തആല അറിയും എന്നർത്ഥം. ഇനി വൽ മുറാദു ബിഹാദിഹിൽ ആയ, ഈ ആയത്തെ കൊണ്ട് ഉദ്ദേശം എന്താണ്? അൽ ഹസ്സു അലാ ബിർറിൽ വാലിദൈൻ, വാലിദൈനിക്ക് ബിർറ് ചെയ്യണം എന്ന് പ്രേരണയാണ്. എന്തുകൊണ്ട്? വലിൽ വാലിദൈനി ആദ്യം പറഞ്ഞില്ലേ. വസിലത്തുൽ അർഹാം വേണം എന്നതുമാണ്. അതാണ് വൽ അഖറബീന. പിന്നെ വഖദാഇ ഹാജത്തി ദിൽ ഹാജ, ഹാജത്തുடைய ആരായാലും അവരുടെ ഹാജത്തുകൾ വീട്ടി കൊടുക്കണം എന്നാണ് മസാക്കിന് ബിൽ സബീലുള്ളത്. അലാ സബീലി തതവ്വുഇ, ഇതേതാ ഫർളാക്കപ്പെട്ട സദഖ അല്ല. ഇത് ഫർളാക്കപ്പെട്ട സദഖയാകുമ്പോൾ സക്കാത്തിന്റെ അവകാശികൾ വേറെ തന്നെ ഉണ്ട്. അത് വാലിദൈനി എന്നുള്ള എത്തിബാർ വരില്ല, യതീം എന്നുള്ളതും വരില്ല. ഇന്നമസ് സദഖാതു ലിൽ ഫഖർ മസ്കനത്ത്, അതാണ് തീർന്നത്. കുതിബ അലൈക്കുമുൽ ഖിതാലു വഹുവ കുർഹുൻ ലക്കും വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൻ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൻ ലക്കും വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. ഇത് മറ്റൊരു കൽപ്പനയാണ്. കുതിബ എന്ന് പറഞ്ഞാൽ ഫുരിദ അലൈക്കുമുൽ ഖിതാലു, ആരോടുള്ള ഖിതാല്? ഖിതാലുൽ കഫറ, കഫറത്തിനോടുള്ള ഖിതാല്, അത് ഫർളാണ്. യഥത്തിൽ വഹുവ, ഈ ഖിതാല് കുർഹുൻ ലക്കും, നിങ്ങൾക്ക് അനിഷ്ടകരമായ സംഗതിയാണ്. അനിഷ്ടകരമായ എന്തുകൊണ്ട്? അള്ളാഹു കൽപ്പിച്ചു എന്നുള്ള നിലക്കല്ല, ശരീരത്തിന് കുറച്ച് പ്രയാസങ്ങൾ അനുഭവിക്കും എന്നുള്ള ഒരു തബിയത്തുണ്ടാണ്. എന്നല്ലാണ്ട് അസഹാബിമാര് കൽപ്പനക്ക് അനിഷ്ടം കാട്ടൂലല്ലോ. അതിനാണ് പിന്നെ ബദറും ഉഹദും ഖന്തക്കും ഇതൊന്നും ഉണ്ടാവില്ലല്ലോ.
പൊതുവെ ഖിതാലിന്റെ സ്വഭാവം എന്താണെന്നാ പറയുന്നത്, ബഹുക്കുറുഹുല്ലക്കും ഐ ഷാക്കുൻ അലൈക്കും, നിങ്ങൾക്ക് പ്രയാസകരമാണ്, മക്റൂഹുൻ അത് തൃപ്തികരമല്ലാത്തതാണ്. വഹാദിഹിൽ കറാഹത്തു, ഈ കുറുഹുല്ലക്കും എന്ന് പറഞ്ഞ കറാഹത്തുണ്ടല്ലോ, അത് മിൻ ഹൈസു നുഫൂരി തബഇ മിന്നു, മനുഷ്യന്റെ പ്രകൃതി അതിന് ഇഷ്ടപ്പെടുന്നില്ല എന്ന അർത്ഥത്തിലാണ്. അപ്പൊ കഷായം കുടിക്കുമ്പോൾ ഉണ്ടാകുമല്ലോ ഒരു കുറുഹുല്ലക്കും. അതാ ഒരു ശിഖത്തിൽ നഫ്സിന് വളരെയധികം പ്രയാസങ്ങൾ സഹിക്കാനുണ്ടാകും. വഖത്റി റൂഹി, അതുപോലെ തന്നെ ഭയങ്കരമായ പേടിയും രംഗങ്ങൾക്കില്ലേ. എന്നല്ലാണ്ട് ലാ അന്നഹും കരിഹു അംറല്ലാഹി തആല, അല്ലാഹു തആലയുടെ അംറിനെ അവർ വെറുത്തു എന്നല്ല അതിന്റെ അർത്ഥം. അത് അസ്ഹാബിമാർ ഉണ്ടാവില്ല. ഫഅമ്മാ കറാഹത്തുൽ ഇഅ്തിഖാദ്, ഇഅ്തിഖാദിന്റെ കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യൂല എന്നുള്ള ഇതുണ്ടല്ലോ, അത് ഫഹിമി സിഫാത്തുൽ മുനാഫിഖീൻ, അത് മുനാഫിഖീങ്ങളുടെ സിഫത്തിൽപ്പെട്ടതാണ്. അസ്ഹാബിമാർ സിഫത്ത് അങ്ങനെ ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ പ്രകൃതിപരമായത്. എന്നിട്ട് പറയുന്നു, നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ ഖൈറായിരിക്കാം, ചിലപ്പോൾ ഇഷ്ടപ്പെട്ട കാര്യം ഷർറുമായിരിക്കാം. അതുകൊണ്ട് ഖൈറും ഷർറും തീരുമാനിക്കാൻ നിങ്ങളെ ഇഷ്ടത്തിൽ നിങ്ങളെ തിരുപ്പതിക്കനുസരിച്ചല്ല പോകുന്നതെന്നാണ്. അതാ വഅസാ അൻ തക്റഹു ശൈഅൻ മിനൽ ഉമൂരി ശാഖത്തി, പ്രയാസകരമായ കാര്യങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ എന്താക്കും, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് വരും. അല്ലത്തീ മിൻ ജുംലത്തിഹിൽ ഖിതാൽ, അക്കൂട്ടത്തിൽപ്പെട്ടതാണ് ഇത് ഖിതാൽ. എത്തരത്തിൽ വഹുവ ഖൈറുൽ ലക്കും, അത് നിങ്ങൾക്ക് ഖൈറാകും. അപ്പൊ നമ്മൾ ഇഷ്ടം നോക്കിയിട്ട് ഖൈറാകലും ഇഷ്ടപ്പെടാത്തത് ഷർറാകലും എന്നല്ല. അതുകൊണ്ട് ലിഅന്ന ഫിൽ ഗസ്വി, യുദ്ധത്തിലുണ്ട് ഹിദൽ ഹുസ്നയൈനി, രണ്ടാലൊരു ഹുസ്ന. ഏതാണ്? ഇമ്മൽ ലഫ്റു വൽ ഗനീമ, വിജയിക്കുക, ഗനീമത്ത് കിട്ടുക, അപ്പൊ ദുന്യവിയായി. അല്ല വൈമ്മ ഷഹാദത്ത് വൽ ജന്ന, അല്ലെങ്കിൽ ഷഹീദാവുക, സ്വർഗ്ഗം കിട്ടുക, അപ്പൊ ഉഖറവിയായി. രണ്ടാലൊന്ന് കിട്ടാണ്ടിക്കൂല, അപ്പൊ ഖൈറായില്ലേ. ചിലപ്പോൾ രണ്ടും കിട്ടിയെന്നും വരാം. ഇനി വഅസാ അൻ തുഹിബ്ബു ശൈഅൻ, നിങ്ങൾക്ക് ചില വസ്തുക്കൾ ഇഷ്ടപ്പെട്ടതാകാം. മിനൽ ഉമൂരിൽ മുസ്തലദ്ദത്തി, നല്ല രുചികരമായ സ്വാദുള്ള കാര്യങ്ങളാൽ. എത്തരത്തിൽ അല്ലത്തി മിൻ ജുംലത്തിഹിൽ ഖുഊദ് അനിൽ ഗസ്വി, യുദ്ധത്തിന് പോകാതെ പലക്ക് റെസ്റ്റ് എടുക്കലിൽപ്പെട്ടല്ലേ. എന്നാ ബഹുബ ഷർറുൽ ലക്കും, അത് ചിലപ്പോൾ ഷർറു ആകാം. എന്തുകൊണ്ട്? ലിമാ ഫീഹി മിൻ ഫവാത്തിൽ ഗനീമത്തി വൽ അജ്ർ, ഗനീമത്തും കിട്ടിയിട്ടില്ല, അല്ലാഹു നൽകുന്ന കൂലിയും കിട്ടിയിട്ടില്ല. വഗലബത്തിൽ അഅദാക്കൾ എന്താകും, ഒരു ഭാഗത്ത് മികക്കും. എന്നിട്ടോ തഖ്രീബിദ് ദിയാർ, നാടെല്ലാം കുലുമാലാക്കും, അഅദാക്കൾ രംഗത്ത് വന്നിട്ട്. അപ്പൊ ആ നിലക്ക് ആ ഷർറാകുന്നതിന്റെ വജ്ഹ പറഞ്ഞത്. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, വല്ലാഹു യഅലമു, അല്ലാഹ് അറിയും എന്ന് പറഞ്ഞതിന്റെ മഫ്ഊലവിടെ മാ ഹുവ ഖൈറുൽ ലക്കും ദീനൻ വദുനിയ, ദീനിലായാലും ദുനിയാവിലായാലും ഏതാണ് ഖൈറ് എന്നുള്ളത് അല്ലാഹു തആല അറിയും. വഅൻതും ലാ തഅലമൂൻ, നിങ്ങളത് അറിയൂല. തഅലമൂനാക്ക് മഫ്ഊല് വേണ്ടേ, അദാലിക, അതാ ദീനിലോ ദുനിയാവിലോ ഖൈറുള്ളത്. അതുകൊണ്ടാണ് വലിദാലിക തക്റഹൂനഹു, അതിന്റെ ഖൈറാന്റെ വശം നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് അതിനോട് അനിഷ്ടം കാട്ടുന്നത്. ഇതർത്ഥമൊന്നുമില്ലേ? ഖാല ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു, ഇത് നമുക്ക് കേട്ടതാണ്. ഇന്നമാ ദഖലൽ ഫസാദു അലൽ ഖൽഖി മിൻ സിത്തത്തി അഷ്യാ, പടപ്പുകളുടെ മേലിൽ ഫസാദ് കയറി വന്നത് 6 ഭാഗത്തിൽ കൂടിയാണ്. ഒന്ന്, അൽ-അവ്വലു ളുഉഫുൻ നിയ്യത്തി ബിഅമലിൽ ആഖിറ, ആഖിറത്തിലേക്ക് വേണ്ടുന്ന അമലുണ്ടാകും, അതിലൊന്നില്ല നല്ല നിയ്യത്ത് വരുന്നില്ല. ഒരാദത്ത് പോലെ അങ്ങോട്ട് ചെയ്യുക, ഒരു നിയ്യത്ത് ഹാജറാവലോ അത് ഒരു ഖാലിസാവലോ ഒന്നുമില്ലാതെ കൊണ്ട് അങ്ങനെ അങ്ങോട്ട് പോവുക. അല്ലെങ്കിലോ ആവശ്യമായ നല്ല നിലക്കുള്ള ഇതാണെങ്കിൽ ചെറിയൊരു കടുമണി എന്താകും, മല പോലെ വലുതാവൂലേ. അതെ. വസ്താനി, രണ്ടാമത്തത് സ്വാറത്ത് അബ്ദാനുഹും, അവരുടെ ശരീരങ്ങളായി റഹീനത്തല്ലി ഷഹവാത്തിഹിം, അവരുടെ ഷഹവാത്തിന് വേണ്ടി അടിമപ്പെട്ടതായി മാറി. ഷഹവാത്തിന് പണയം വെച്ചു. അതായത് ഷഹവാത്ത് കിട്ടുമെങ്കിൽ നമ്മൾ തന്നെ നടക്കാം. പണയം വെക്കലില്ലേ, ഒരു മാല പണയം വെക്കുന്നുണ്ടെങ്കിൽ അതിന് പകരം പൈസ കിട്ടുമല്ലോ. അപ്പൊ ഷഹവാത്താകുന്ന പൈസ കിട്ടുമെങ്കിൽ നമ്മൾ തടി തന്നെ പണയം വെക്കാം. ഇതാണ് 2. മൂന്നാമത്തത് ഗലബ അലൈഹിം തൂലുൽ അമൽ, എന്നുവെച്ചാൽ 1,00,000 കൊല്ലം ജീവിക്കും എന്നുള്ള പ്രതീക്ഷയില ഉണ്ടാകുന്നത്. ഇന്നും നാളെയൊന്നും മരിക്കൂല. കുറുബിൽ അജൽ, യഥാർത്ഥത്തിൽ അജലാണെങ്കിലൊക്കെ അതീപാട് തരും.
തൂലുൽ മനസ്സിലായില്ലേ? വറാബിഉ നാലാമത്തേത് ആസറു റിദൽ മഖ്ലൂഖീന അലാ റിദൽ ഖാലിഖി. ഖാലിഖായ അള്ളാഹുവിന്റെ പൊരുത്തം മാറ്റി നിർത്തിയിട്ട് മഖ്ലൂഖീങ്ങളുടെ പൊരുത്തത്തിനാണ് മുൻഗണന. അല്ലെന്താക്കും, അല്ലെന്ത് പറയുന്നല്ല, പടപ്പുകൾ എന്ത് പറയും, ചേട്ടക്കരി എന്ത് പറയും, പ്രസിഡന്റ് സാഹിബ് എന്ത് പറയും, മറ്റുള്ള ആൾ എന്ത് പറയും. അപ്പൊ ആ ആക്ഷേപത്തിനെ പഠിച്ചിട്ട് ഓരോ തൃപ്തിപ്പെടുത്തില്ല. മുമ്പേ പറഞ്ഞ് അവരെ തൃപ്തി, ഒരാളെ തൃപ്തിപ്പെടുത്തിയ 10 ആളെ വെറുപ്പും സമ്മതിക്കണം. എല്ലാവരും തൃപ്തിപ്പെടുത്തിക്കൊണ്ടൊന്നും ഉണ്ടാക്കുന്നില്ല. വൽഖാമിസു, അഞ്ചാമത്തെ കാര്യം താബഉ അഹ്വാഅഹും, അവരുടെ ദേഹേച്ഛന അവർ പിൻപറ്റി. തടി എന്താ പറയുന്നത്? വനബദു സുന്നത്ത് നബിയിഹിം സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളുടെ സുന്നത്തിനെ അവർ വലിച്ചെറിഞ്ഞ് വറാഅ ളുഹൂരിഹിം, പിന്നാമ്പുറത്തു നിന്ന് അതിലേക്ക് നോക്കുക പോലുമില്ല. മുന്നോട്ടെറിഞ്ഞെങ്കിൽ ചിലപ്പോൾ കാണുകയും ചെയ്യുമല്ലോ. അപ്പം അതെ, അത് മെഹ്താജിങ്ങൾ പ്രത്യേക വിഭാഗത്തിലുണ്ടല്ലോ. അപ്പം അതിൻ്റെ മുൻഗണന ക്രമോ ആദ്യം അക്കാദമികളെ വന്ദിക്കണം, പിന്നെ ജാറിനെ വന്ദിക്കണം, പിന്നെ സലാഹിനെ വന്ദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് പണ്ടേ നഫക്കാത്തി എണ്ണീട്ടുണ്ടല്ലോ. പിന്നെ കൂടുതൽ ആവശ്യക്കാരനെ വന്ദിക്കണം. എങ്ങനെയെങ്കിലും കാര്യം ഒപ്പിക്കാൻ അയാൾക്ക് തന്ത്രമുണ്ട്. ചിലർ ആരും ശ്രദ്ധിക്കപ്പെടേണ്ട മൂലം കിട്ടാൻ അവർക്ക് പ്രാധാന്യം കൊടുക്കണം. ഇനി 6 ജാലു ഖലീല സല്ലാത്തി സലഫി, സലഫു സാലിഹ്യങ്ങളിൽ എന്തെങ്കിലും ചെറിയ സല്ലത്തിലുണ്ടാവും. കാരണം മാസോമ്യങ്ങളെല്ലാം ഞാൻ എന്തെങ്കിലും ഉണ്ടാവും. അത് വലിയൊരു കാര്യമായിട്ട് പൊക്കി പിടിച്ചിട്ട് എന്താക്കും, ഓറങ്ങനെ ആക്കില്ല. അതുകൊണ്ട് നമുക്കൊന്നും ഉണ്ടായിക്കൂടാ. ഇത് മനസ്സിലായ? പക്ഷെ അവരുടെ ഹൈറായ വശങ്ങൾ വളർന്നിട്ടുണ്ട്. അത് പൊറപ്പിക്കാൻ ആവശ്യമായ എത്രയോ ഹൈറായ കാര്യം അവർക്ക് വന്നിട്ടുണ്ട്. അത് നോക്കൂല. ആർക്കും അങ്ങനെ എന്തെങ്കിലും ന്യൂനത ഉണ്ടോ അതിങ്ങനെ പൊക്കി പിടിച്ചിട്ട് പറഞ്ഞിട്ട് എന്താക്കുമെന്നറിയോ, നമ്മളെ തെറ്റ് ചെയ്യാനുള്ള ഒരു റുഖ്സയാക്കി വെച്ചു. അല്ല, ഹുജ്ജത്തല്ലി അൻഫുസിഹിം, അവരുടെ നഫ്സിന് വേണ്ടിയുള്ള ഹുജ്ജത്താക്കും. അത്തരക്കാർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കെന്തുകൊണ്ടായിക്കൂടാ? ചിലപ്പോൾ അത് അതിനെ തൊട്ട് നസ്വായ തൗബ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ സാലിഹായ പ്രവർത്തനങ്ങൾ കൊണ്ടെന്തായി അതെല്ലാം മാഞ്ഞു പോയിട്ടുണ്ടാകും. അതിലേക്കൊന്നും നോക്കൂല. വദഫനു കസീറൻ മിൻ മനാഖിബിഹിം, അവരുടെ മനാഖിബുണ്ട് ധാരാളം. അതെന്താക്കി കുഴിച്ചു മുടിഞ്ഞു, അതൊന്നും പറയില്ല. അപ്പൊ ചുരുക്കത്തിൽ ഈച്ചന്റെ മാതിരി, ഈച്ചന്റെ സ്വഭാവം കണ്ടില്ലേ? അതാണ്. അതിപ്പോ ഇന്നിക്കാൽ നടക്കുന്നത് തന്നെ. അമ്പ്യാക്കൾക്ക് പോലും ഒരു കുറവ് കാണുമല്ലോ. അതുകൊണ്ട് ഫഅലൽ ആഖിലി അൻ യുജാഹിദൻ നഫ്സ വതബീഅ, നഫ്സിനോടും പടവരുത്തണം, തബീഅത്തിനോടും പടവരുത്തണം. മനുഷ്യന്റെ പ്രകൃതിപരമായ കാര്യങ്ങൾ. എന്തിനാ? ലിയർതഫിഅ അൻഹുൻ നവാ വശഹവാതു വൽ ബിദ്അ. അതുകൊണ്ട് തടിക വഴിയും ഇവിടുന്ന് സ്ഥലം വിടട്ടെ, ഷഹവാത്തും സ്ഥലം വിടട്ടെ, ബിദ്അത്തും സ്ഥലം വിടട്ടെ. അതിനു വേണ്ടിയിട്ടാണ്. ഇതില്ലേ വയതമക്കന ഫിൽ ഖുലൂബ്, എന്നിട്ട് കൽബിൽ സ്ഥലം പിടിക്കണം. ഹുബ്ബൽ അമൽ, അമൽ ചെയ്യാനുള്ള ഹുബ്ബ്. എന്തുകൊണ്ടുള്ള അമൽ? ബിൽ കിതാബി വസ്സുന്ന, കിതാബ് കൊണ്ടും സുന്നത്ത് കൊണ്ടും അമൽ ചെയ്യുവാനുള്ള താല്പര്യം കൽബിൽ ഗുണമൂലമാവട്ടെ. ഖാല ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്തു, ഇത് നമ്മൾ ഈ ഖുശൈരിയിൽ ഓതിയിട്ടുണ്ട്, യാഫീലുണ്ട്. കുന്തു ഫീ ജബലിൻ, ഞാൻ ഒരു മലയിലായിരുന്നു. അതമശ, ഇങ്ങനെ നടന്നു പോകുന്നു. ഫറഅയ്തു റുമ്മാൻ, ഞാനൊരു റുമ്മാൻ കണ്ട്. ഫസ്തഹൈതുഹു, എനിക്കത് കൊതി വന്നു. ആ റുമ്മാൻ തിന്നണം. ഫദനൗതു, അങ്ങനെ അവിടെ പോയിട്ട് ഫഅഖദതു മിൻഹു വാഹിദതൻ, ഒരു റുമ്മാൻ പറിച്ചു. ഫശഖഖതുഹ, അത് കീറി നോക്കുമ്പോൾ ഫവജതുഹ അമലതൻ, അത് പുളിക്കുന്നു. ഫമളൈതു വതറക്തുഹ, ഞാൻ അതെന്താക്കി, വേണ്ടാന്ന് വെച്ചിട്ട് പോയി. പിന്നെ നോക്കുമ്പോൾ ഫറഅയ്തു റജുലൻ മത്റൂഹൻ, ഭൂമിയിൽ വീണ് കിടക്കുന്ന ഒരാളെ കണ്ടു. ഖദിജ്തമ അലൈഹി സനാബീർ, വണ്ടുകളും പ്രാണികളൊക്കെ അയാളിങ്ങനെ ചുറ്റിപ്പൊതിഞ്ഞ് നിൽക്കുകയാണ്. ഫഖുൽതു അസ്സലാമു അലൈക, എന്ന് സലാം പറഞ്ഞു. ഫഖാല വഅലൈക അസ്സലാം യാ ഇബ്രാഹിം, എന്ന് പേരെടുത്ത് വിളിച്ചിട്ടുണ്ട്. ഇബ്രാഹിം, ഇബ്രാഹിമുൽ ഖവാസ് അല്ലേ?
സലാം പിടിച്ചു. അപ്പോൾ കൊടുത്ത് ഞാൻ ചോദിച്ചു, കൈഫ അറഫ്തനി, എന്നെ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലായില്ല? എൻ്റെ പേര് ഇബ്രാഹിം ആണെന്നും തിരിഞ്ഞില്ല നിങ്ങൾക്ക്? ഫഖാല മൻ അറഫല്ലാഹ ലാ യഖ്ഫാ അലൈഹി ശൈഉൻ. ഒരാൾ അള്ളാഹനെ മനസ്സിലാക്കിയല്ല അയാൾക്കൊന്നും ഖഫിയല്ല, എല്ലാം തിരിഞ്ഞു. ഫഖുൽതു ലഹു, അപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞു, അറാലക ഹാലം അല്ലാഹി തആല, അള്ളാഹിനോടൊപ്പം ഒരു മഹത്തായ ഹാല നിങ്ങൾക്കുണ്ട് എന്ന് ഞാൻ കാണുന്നുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ മാരിഫത്ത് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് ഫലൗ സഅൽതഹു അൻ യഹമിയക വയഖിയക ലദാ മിൻ ഹാദിഹി ജനാബിർ, ഈ വണ്ട് പ്രാണികളെ ശല്യം ഇല്ലാണ്ടാകാൻ വേണ്ടി ഒന്ന് ദ്വാരനോടെ അള്ളാഹിനോട് ഫഖാല, അപ്പം പറഞ്ഞെന്താ, വഅറാലക ഹാലം അല്ലാഹ്, അള്ളാഹിനോടൊപ്പം നിങ്ങൾക്കൊരു ഹാലുണ്ട് ഞാനും കാണുന്നുണ്ടല്ലോ. എന്നിട്ടോ ഫലൗ സഅൽതഹു അൻ യഖിയക ശഹവത റുമാൻ, റുമാൻ ഉമ്മാനുള്ള ശഹവത്ത് മാറ്റാൻ വേണ്ടി ഞെക്കുന്നു ദ്വാരനോടെ തിരിച്ചു കിട്ടി. അതുകൊണ്ട് ഫലതുറുമ്മാന് യജിദുൽ ഇൻസാൻ അലംഹു ഫിൽ ആഖിറ, ആ റുമ്മാനോടുള്ള മഹബത്തുണ്ടല്ലോ, അതുകൊണ്ടുള്ള കുത്ത് പരലോകത്തും ഉണ്ടാവും. കാരണം ഇത് കൽബിലാണല്ലോ. വലതുബുസ്സനാബീരി, ഈ വണ്ട് പ്രാണികളുടെ കുത്ത് എന്നുള്ളത് യജിദ് അലമഫിൽ ദുന്യ, അത് ദുന്യാവിൽ അതിൻ്റെ അലമത്തിക്കുള്ളൂ. അപ്പോൾ നിങ്ങളത് കുറച്ച് ഗൗരവം കൂടിയതാണ്. അപ്പം ഇത് പറഞ്ഞപ്പോൾ തറക്തുഹു മശൈത്തു, ഞാൻ എന്താക്കി മുമ്പായിട്ട് പിരിഞ്ഞു. അതിന് അവിടെ തീർന്നു. ഇതെന്താ പറയാൻ പോകുന്നത്? ഷഹ്റുൽ ഹറാം ഉണ്ടല്ലോ, 4 മാസം യുദ്ധം ഹറാമാക്കപ്പെട്ട 4 മാസമുണ്ട്. ഒന്ന് ദുൽഖഅദ് ഇപ്പോൾ ഉള്ളതാ, പിന്നെ ദുൽഹജ്ജ് ഉണ്ട്, മുഹറം, റജബ്. ഈ 4 മാസത്തിനെ കുറിച്ചാണ് ചോദ്യം. ഇതിൻ്റെ പവിത്ര എന്താണ്, ഇതിൻ്റെ മഹത്വം എന്താണ്, അതൊക്കെ പറ്റി. അതാ യസ്അലൂനക അനിശ് ശഹ്രിൽ ഹറാം, ഷഹ്റുൽ ഹറാമിനെ കുറിച്ച് അവർ ചോദിക്കുമ്പോൾ ഏത് മാസങ്ങൾ എന്നല്ല, അതിൻ്റെ പവിത്രതയെ കുറിച്ചാണ് ചോദിക്കുന്നത്. അത് റൂവിയ അന്നൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅസ അബ്ദുല്ലാഹ് ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിനെ അയച്ച് ഈ ജുമാദുൽ ആഖിറത്തിൽ. അപ്പോൾ തൊട്ടടുത്ത മാസം ഏതായിരിക്കും? റജബ്, അശ്റുൽ ഹുർമ. ജുമാദുൽ ആഖിറ കഴിഞ്ഞാൽ 4 മാസത്തിലെ 1 മാസമല്ലേ വരാൻ പോകുന്നു. وبعث معه 8 رهط من المهاجرين رضي الله عنهم, മുഹാജിരീങ്ങളായ ഒരു 8 ആളുകളെ കൂടെ അയച്ചിട്ടുണ്ടായിരുന്നു. വകതബലി അമീരിഹിം അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ്, അവിടെ ഉബൈദുല്ല എന്ന ഫ്രണ്ടിൽ കാണുന്ന, നമ്മൾ നേരെ ആദ്യം തുടങ്ങിയതാണ് അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ്, അമീർ പറഞ്ഞല്ലേ. ഓർക്ക് തങ്ങൾ എഴുതിയിരുന്ന കിതാബൻ. എന്നിട്ടോ വക്കാല എന്താണ് പറഞ്ഞത്? സിർ അലസ്മില്ല, അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് യാത്ര ചെയ്തോ. നോക്ക്, വലാ തൻദുറു ഫിൽ കിതാബി ഹത്താ തസീറ യൗമൈനി, 2 ദിവസം സഞ്ചരിച്ചാലല്ലാതെ കണ്ട് കിതാബ് നോക്കണ്ട എഴുതിയായിട്ട്. ഫൈദാ നസൽത, അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ ഫഫ്തഹിൽ കിതാബ്, കിതാബ് തുറക്കുക. വഖറ ലഹു അല അസ്ഹാബിക്, അസ്ഹാബിമാർക്ക് വായിച്ച് കേൾപ്പിക്കുക. സുമ്മ അമർത്തുക, അങ്ങനെ എഴുത്തിലെന്താകും? ഞാനത് കൽപ്പിച്ചിട്ടുണ്ട്, അതനുസരിച്ച് ബാക്കി പ്രവർത്തനത്തോടിരുക. വലാ തുക്രിഹന്ന അഹദൻ മിൻ അസ്ഹാബിക, നിങ്ങളെ അസ്ഹാബിമാരിൽ നിന്ന് ആരെയും നിർബന്ധിക്കണ്ട. അലസൈരിമാക്ക, നിങ്ങളെ കൂടെ വന്നാലേ പറ്റൂ എന്ന് കണ്ട് നിർബന്ധിക്കണ്ട അല്ലേ. ഫസാറ അബ്ദുല്ലാഹി, അത് അബ്ദുല്ലാഹി വന്നു. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു യൗമൈൻ, 2 ദിവസം സഞ്ചരിച്ചു. സുമ്മ നസല, പിന്നീട് യാത്ര ഇറങ്ങിയിട്ട് ഫതഹൽ കിതാബ്, കിതാബ് തുറന്ന്. എന്താ അതിലുള്ളത്? ഫൈദാ ഫീ, വായിച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അമ്മാ ബഅദു ഫസിർ അലാ ബറകത്തില്ലാഹി തആല. അതാ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി നിങ്ങൾ എന്താക്കുക? യാത്ര പോ. ബിമൻ തബിഅക മിൻ അസ്ഹാബിക, നിങ്ങളെ സഹാബിമാരിൽ നിന്ന് നിങ്ങളെ കൂടെ തുടർന്ന് വരുന്ന ആളോടൊപ്പം. ഹത്താ തൻസില ബത്ന നഖലത്ത്, ബത്ന നഖല എന്ന സ്ഥലത്തിൻ്റെ പേരിൽ അവിടെ ഇറങ്ങുന്നത് വരെ. ഫതറസ്സദ് ബിഹാ ഈറ ഖുറൈശിൻ, ഖുറൈശികളുടെ ഈറുണ്ടല്ലോ, നമ്മൾ ബദറുദ്ദീൻ പറഞ്ഞ മാതിരിയല്ലേ ഈർ. നഫീർ അബൂ ജഹലിന്റെ നേതൃത്വത്തിൽ. ഈർ ഏതാണ്? അന്നത്തെ ആ ഈറിനെ ഒന്ന് പ്രതീക്ഷിക്കണം എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? ലഅല്ലക അൻ തഅതിയനാ മിൻഹാ ബിഖൈർ, ആ ഈറിൽ കൂടി എന്താക്കും? നിങ്ങൾക്ക് വല്ല ഖൈറും കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഫലമ്മാ നളറ ഫിൽ കിതാബി, കിതാബിൽ നോക്കിയപ്പോൾ കാല, ഉടനെ മൂപ്പർ പറഞ്ഞു, സംഅം വ ത്വാഅ,
ഞാൻ അനുസരിക്കുന്നു, വഴിപ്പെടുന്നു. സുമ്മക്കാലി അസ്ഹാബിഹി, അസ്ഹാബിമാരോടെന്താക്കി സംഗതി പറഞ്ഞു. ദാലിക വക്കാൽ, എന്നിട്ട് പറഞ്ഞു, ഇന്നഹു നഹാനി അൻ നുക്രിഹ അഹദൻ മിൻകും, നിങ്ങളിൽപ്പെട്ട ആരെയും നിർബന്ധിക്കുന്ന വിലങ്ങിയിട്ടുണ്ട്. ആരെയും നിർബന്ധിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഫമൻ ഖാന യുരീദു ഷഹാദത ഫല്യൻതലി, ഷഹാദത്ത് ഉദ്ദേശിക്കുന്ന ആളുണ്ടെങ്കിൽ എൻ്റെ കൂടെ വാ, അതല്ലേ. വമൻ കരിഹ ഫല്യർജി, അത് ഇഷ്ടപ്പെടാത്ത ആളാണെങ്കിൽ മടങ്ങിപ്പോയിക്കോ. സുമ്മ മദ, പിന്നെ യാത്ര ആരംഭിച്ചു. മദ അസ്ഹാബുഹു, അസ്ഹാബിമാർ എല്ലാവരും വന്നു, ആരും പിന്തിരിഞ്ഞില്ല. ലം യതഖല്ലഫു അൻഹും മിൻഹും അഹദുൻ, ഒരാളും പിന്തിരിഞ്ഞിട്ടില്ല. ഹത്താ നസലു ബത്ന നഖലയിലേക്ക് എത്തി. അതേതാണ് ബൈന മക്ക വത്തായിഫ്, മക്കൻ്റെയും തായിഫിൻ്റെയും ഇടയിലാണ്. ഫബൈനമാഹും കദാലിക, അങ്ങനെ ഇരിക്കവേ മർറത്ത് ഈദ് ഖുറൈശ്, ഖുറൈശികളെ കച്ചവട സംഘം നടന്നുപോയി. തങ്ങൾ പറഞ്ഞ പോലെ തന്നെ പുലർന്നു. തഹ്മിലു സബീബൻ വഅദമൻ വതിജാറതൻ മിൻ തിജാറത്തി തായിഫ്, അവർ വഹിച്ചെന്താണ്, മുന്തിരിങ്ങയുണ്ട്, പിന്നെ ഉദുമ കറിക്ക് ഉപയോഗിക്കുന്ന കാര്യങ്ങളുണ്ട്, അതുപോലെ തായിഫിൽ നിന്നുള്ള കച്ചവടത്തിൽപ്പെട്ട കുറേ കച്ചവടങ്ങളും ഉണ്ട്. അതാ ഫീഹിൻ അംർ ബിനുൽ ഹദ്റമി എന്നൊരാളുണ്ട് ആ കച്ചവട സംഘത്തിന്. ഫലമ്മാ റഅു അസ്ഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അസ്ഹാബിമാർ ഇവിടെ കണ്ടല്ലോ, 9 ആളല്ലേ പോയത്. അവരെ കണ്ടപ്പോൾ എന്താക്കും, ഹാബൂഹും, അവർ പേടിച്ചു. ഈറവരെ പേടിച്ചു പോയി. ഫഖാല അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു, നമ്മളെ അമീറല്ലേ, അവർ പറഞ്ഞു, ഇന്നൽ ഖൗമ ഖദ് സഅറൂ മിൻകും, ആ കൗമികൾ നിങ്ങളെ കണ്ടിട്ടുണ്ടായി, പേടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഫഹലിക്കൂ റഅസ റജുലിൻ മിൻകും, നിങ്ങളിൽപ്പെട്ട ആരുടെയെങ്കിലും തല മുടി കളയുക. എന്നിട്ടോ ഫൽയതഅറദ ലഹും, അവരുടെ അടുക്കലേക്ക് പോയിക്കോ, അതിന്റെ മുടി കളയുന്നു. ഫഹലക്കൂ റഅസ ഉക്കാശ, ഉക്കാശ റളിയല്ലാഹു അൻഹുവിന്റെ മുടിയാണ് മുറി കളഞ്ഞത്. എന്നിട്ടോ സുമ്മ അശ്റഫ അലൈഹിം, പിന്നെ അവരിലേക്ക് പോയി. ഫഖാലു, അവർ പറഞ്ഞു, ഖൗമുൻ ഉമ്മാറുൻ ലാ ബഅസ അലൈക്കും ഫഅമിനൂ, ഇത് ഉംറ ചെയ്യുന്ന കൂട്ടറാണ് എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ഒന്നും പഠിക്കാനില്ല. വകാന ദാലിക ഫി ആഖിർ യൗമിൻ മിൻ ജുമാദൽ ആഖിറ, ജുമാദുൽ ആഖിറത്തിന്റെ അവസാനത്തെ ദിവസം. അതിനടുത്ത് ഇന്നല്ലെങ്കിൽ നാളെ എന്താകും, റജബ് ഉറക്കും. വകാനൂ യറൗന മിൻ ജുമാദ വഹുവ മിൻ റജബിൻ, ഈ ജുമാദ അവർ കാണുന്നില്ലേ, യഥാർത്ഥത്തിൽ അത് റജബ മാസം പുറന്നു, ചിലപ്പോൾ 29 കാണാമല്ലോ. ഫതശാവറുൽ ഖൗം, അങ്ങനെ കൗം എന്താക്കി, മുഷാവറ നടത്തി, എന്ത് ചെയ്യണം. വഖാലു ഇൻ തറക്തുമൂഹുമുൽ ലൈലത ലയദ്ഖുലന്നൽ ഹറമ ഫൽയംനഅന്ന മിൻകും, ഇവരെ വിട്ടേക്കുകയാണെങ്കിൽ എന്താക്കും, അത് അവർ ഹറമിലേക്ക് കയറും. പിന്നെന്താക്കും, ഹറമിൽ കയറിയാൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അഫഅജ്മഉ അംറഹും ഫീ മുവാഖഅത്തിൽ ഖൗമി, ആ കൗമുമായിട്ട് ഏറ്റുമുട്ടലിലേക്കാണ് എത്തിച്ചേർന്നത്. ഫറമ വാഖിദ് ബിൻ അബ്ദുല്ലാഹി സഹമി റളിയല്ലാഹു അൻഹു അംർ ഇബ്നുൽ ഹദ്റമി എന്താക്കി, എറിഞ്ഞു. ബി സഹമി, ഒരു അമ്പെറിഞ്ഞു. ആ ഈറന്റെ നേതാവാണല്ലോ. ഫഖതലഹു, അങ്ങനെ മൂപ്പറെ കൊന്നുപോയി. വസ്തഅ്സറുൽ ഹക്മ ബിൻ കൈസാനിനെ എന്താക്കി, അറസ്റ്റ് ചെയ്തു. ഉസ്മാൻ ബിൻ അബ്ദുല്ലാഹിനെയും അറസ്റ്റ് ചെയ്തു. വസ്താഖൽ മുഅ്മിനൂന, മുഅ്മിനീങ്ങൾ തെളിച്ചു കൊണ്ടുപോയാൽ ഈറവൽ അസീറൈനി, രണ്ടാണല്ലോ. ആരല്ലോ, ഒന്ന് ഹക്മ ബിൻ കൈസാനും ഉസ്മാൻ ബിൻ അബ്ദുല്ലാഹി. അതുപോലെ ഈറുണ്ടല്ലോ. ഹത്താ ഖദിമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളിലേക്ക് എത്തി. ഫഖാലത്ത് ഖുറൈശുൻ, അപ്പോൾ ഖുറൈശികൾ പറയാൻ തുടങ്ങി, ഖദിസ്തഹല്ല മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്ഹറുൽ ഹറാം, റജബിലല്ല സംഭവിച്ചു പോയത്. ശരിക്കും പറഞ്ഞാൽ ഒരു അബദ്ധമാണ്. സഹറുൽ ഹറാമിനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലാലാക്കിയിരിക്കുന്നു എന്ന്. അതാ ഷഹ്റൻ യഅ്മന ഫീഹിൽ ഖായിഫ്, പേടിക്കുന്ന ആള് അമ്നിലായി കഴിയുന്ന മാസമാണിത്, അല്ലേ. ഫസഫക ഫീഹി ദിമാഅ, ഈ മാസത്തിൽ ചോര ഒലിപ്പിച്ചില്ലേ. വഖദ സബിയ, അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ പിടിക്കുകയും ചെയ്തില്ലേ.
ഇങ്ങനെ നോക്കുമ്പോൾ നാട്ടിലാകപ്പാടെന്തായി? ഇതൊരു പ്രശ്നമായി. വായ്യനതാരിക്ക് അഹ്ലു മക്ക, മക്കാരും കുറ്റം പുറത്താൻ തുടങ്ങി. മങ്കാന ബിഹാമിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളാൽ മക്കയിലുള്ളവരുണ്ടല്ലോ, അവരോട് പോയിട്ട് പറഞ്ഞതാ ഇങ്ങനെ അല്ല, അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. വഖാലു യാ മാശറ സുബാത്തി ഇസ്തഹലൽതും അശ്ശഹ്റൽ ഹറാം, മതം മാറിയ കൂട്ടരേ, മുസ്ലിമീങ്ങളെ വിളിച്ചിട്ട് ഓറ വിചാരിച്ചത്തിൽ ഓറ മതത്തിൽ നിന്ന് പുറത്തു പോയില്ലേ നിങ്ങൾ? അശ്ശഹ്റുൽ ഹറാമിനെ നിങ്ങൾ എന്താക്കി? അത് ഹലാലാക്കി മാറ്റിക്കളഞ്ഞു. വഖാതൽതും ഫീഹി, ആ മാസത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്തു. അപ്പൊ ഈ വാർത്ത അടുത്തേക്ക് എത്തി. വബലഗ ദാലിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തി. വഖാല അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്നു ജഹ്ശിനോടും അസ്ഹാബിമാരോടും റളിയല്ലാഹു അൻഹും പറഞ്ഞു, മാ അമർതുകും ബിൽ ഖിതാൽ ഫി ശഹ്റിൽ ഹറാം, ശഹ്റുൽ ഹറാം യുദ്ധം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അതെ, ഈ വിഷയത്തിൽ ജനങ്ങൾ വല്ലാതെ ആക്ഷേപിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. എന്തുണ്ട്? നിങ്ങളുടെ മക്കളിൽ നിന്ന് അബദ്ധത്തിൽ നിങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ അവിടുന്ന് അശ്ററുൽ ഹറമിൽ തന്നെയും അതുപോലെ മസ്ജിദുൽ ഹറമിന്റെ അകത്ത് വെച്ചും അവർ നിങ്ങൾ എത്ര തുറയിച്ചിട്ടില്ല. അതെന്താ പ്രശ്നക്കാത്ത? അതാ മുസ്ലിമീങ്ങൾ തങ്ങളോട് ചോദിക്കും, ഇസ്തിഅലാമൻ അനി ശഹ്റിൽ ഹറാം, ശഹ്റുൽ ഹറാമിനെ സംബന്ധിച്ച് അറിവ് തേടാൻ. ഇവിടെ ശഹ്റുൽ ഹറാം ഏതാണ്? റജബ്. നമ്മൾ ഇവിടെ സംഭവം നടന്നത് റജബ്. സുമ്മിയ ബിഹി, ഈ ശഹ്റുൽ ഹറാം പേരുന്നുണ്ടാണ് ഹറാം, അത് ലിതഹരീമിൽ ഖിതാലി ഫീഹി, അതിന് യുദ്ധം ചെയ്യൽ ഹറാമായതുകൊണ്ടാണ് ഹറാം എന്ന് പേര് വന്നത്. അപ്പം എന്തിനെ പറ്റിയാ ചോദിക്കുന്നത്? ഖിതാലിൻ ഫീഹി, അതിന്റെ ബദലാണ്. എന്തിന്റെ? ശഹ്റുൽ ഹറാമിനെ കുറിച്ച് ചോദിക്കുന്ന, അതിൽ യുദ്ധം നടന്നാൽ എന്തെന്നാ ചോദ്യം. അത് ബദലുൽ ഇസ്തിമാലിൻ മിന ശഹ്ർ, അശ്ശഹ്റിൽ നിന്ന് ഇസ്തിമാലി ബദൽ, കാരണം രണ്ടും ഒന്നാണ്. അതുകൊണ്ട് അന്ന ശഹ്റ മുസ്തമിലുൻ അലൽ ഖിതാലി, അത് ഇസ്തിമാല് ബദലാകാൻ കാരണം. അതായത് ചെറുത് ആദ്യൊരു കൊല്ല് പറഞ്ഞിട്ട് ചെറുത് പറയും, ഞാൻ മീൻ തിന്നു, അതിന്റെ തലാന്ന്. അപ്പൊ മീൻ എന്ന് പറഞ്ഞ കൊല്ലിൽ നിന്ന് ബാളാണ് തല, അതിനെ ബാള് മതിലെന്ന് പറയുന്നു. ഇത് അത് തന്നെ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്താക്കും? അല്ല, കൊല്ലിൽ നിന്ന് കൊല്ല്, അതിലുള്ള ഒന്ന്. അല്ലാതെ ഷഹറിൽ എന്തുണ്ടാകും? ഖിതാൽ ഉണ്ടാകും. ഒരു ജമാനല്ലേ ഷഹർ, ജമാനിലാണല്ലോ ഖിതാൽ ഉണ്ടാകില്ല. അപ്പൊ എന്താ ഇസ്തിമാല് ബദൽ എന്ന് പറയും. ഷഹറിന്റെ അയിനല്ല ഏത് ഖിതാലി. അങ്ങനെയാണെങ്കിൽ കൊല്ലിൽ നിന്ന് കൊല്ലാകല്. ഖുൽ, ആ ചോദ്യത്തിന്റെ മറുപടി, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ജവാബിഹിം, ചോദ്യത്തിന്റെ മറുപടി ഖിതാലുൻ ഫീഹി കബീർ. ഒന്നാമത്തെ മറുപടി, ഷഹ്റുൽ ഹറാമിൽ വെച്ചിട്ട് യുദ്ധം ചെയ്യുന്ന, ആ മാസം യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ വമ്പിച്ച പ്രശ്നം. അതിന്റെ കുറ്റം അങ്ങോട്ട് പറഞ്ഞു. ഇസ്മുൻ അലീമുൻ ഇൻദല്ലാഹി തആല, അല്ലാഹുവിന്റെ അടുക്കൽ അത് വമ്പിച്ച തെറ്റാണ്. ഇനി തിരിച്ചു നോക്ക്. വസദ്ദുൻ അൻ സബീലില്ലാഹി, ഒന്ന്. വകുഫ്റുൻ ബിഹി, രണ്ട്. വൽ മസ്ജിദിൽ ഹറാം, വകുഫ്റുൻ ബിഹി വൽ മസ്ജിദിൽ ഹറാം, വഇഖ്റാജു അഹ്ലിഹി മിൻഹു. അപ്പോൾ എത്രയും അത് സദ്ദുൻ അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ സബീലിനെ തൊട്ടിട്ട് തടയൽ. അത് മറുവശം ഉണ്ടായ കുറ്റങ്ങളാണ്. നിങ്ങളുടെ പക്കൽ നിന്നൊരു ഖിതാൽ ഉണ്ടായിട്ടുണ്ട്, അത് ഓർക്കാപ്പുറത്ത്. മറുവശത്തുള്ളതാണ് അള്ളാഹുവിന്റെ ഫീ സബീലിനെ തൊട്ട് എന്താക്കും? തടയൽ എന്നുള്ളത്. അതാ വമൻഉൻ അനിൽ ഇസ്ലാമിൽ മൂസിലിൽ അബ്ദി ഇലല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റിദ്വാനിലേക്ക് അബ്ദിനെ എത്തിക്കുന്ന ഇസ്ലാമിനെ തൊട്ട് തടയലാണ് ഇവർ ചെയ്തത്. ഒന്ന് കണ്ടാ, അതാണ് സദ്ദുൻ അൻ സബീലില്ലാഹി. വകുഫ്റുൻ ബിഹി, അള്ളാഹിനെ കൊണ്ട് കാഫിറാബലുമുണ്ട്. വൽ മസ്ജിദിൽ ഹറാം, കണ്ടാ, മസ്ജിദുൽ ഹറാമിനെ തൊട്ടും അവർ തടുത്തിട്ടുണ്ട്. നിങ്ങൾ നിസ്കരിക്കാൻ പറ്റുന്നില്ലല്ല. അപ്പൊ സബീലില്ലാന്റെ മുള്ള അത്തഫ്, കുഫറും ബിഹിന്റെ ഹീന്റെ മുള്ള അല്ലത്തഫ്. അങ്ങനെ വന്നെന്താണ്? അള്ളാഹിനെ കൊണ്ട് കളവാക്കലും മസ്ജിദുൽ ഹറാമിനെ കളവാക്കലല്ലോ, അധികാരിയല്ലല്ലോ. സദ്ദുൻ അൻ സബീലില്ലാഹി വൽ മസ്ജിദുൽ ഹറാം, അള്ളാഹിന്റെ മാർഗത്തിൽ പ്രവേശിക്കാനും വിടുന്നില്ല, മസ്ജിദുൽ ഹറാമിൽ കയറാനും വിടുന്നില്ല. അത്ഫുൻ അലാ സബീലില്ലാഹി
വമൻഉൽ മുസ്ലിമീന അൻ ദുഖൂലി മക്ക, മക്കയിലേക്ക് കയറുന്നില്ല. വസിയാറത്ത് ബൈത്തില്ല, അള്ളാഹുവിൻ്റെ ബൈത്തിനെ സിയാറത്ത് ചെയ്യാനും പറ്റുന്നില്ല. അപ്പം തെറ്റത്തിലായി 2. 3 വൈഹ്റാജു അഹ്ലി, ഇനി ആ പള്ളിയുടെ അഹ്ലുകാരുണ്ടല്ലോ അവരെ പുറത്തു ചാടിക്കലും. ആരാണത്? ബഹുവൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മുഅ്മിനൂനും, അവർ നിൽക്കാനും പറ്റുന്നില്ല. മിൻഹു, ആ മസ്ജിദുൽ ഹറാമിൽ നിന്ന്. ഈ 3 കാര്യങ്ങൾ അവർ ചെയ്തതാണ്. അത് അക്ബറു, അതാണ് ഏറ്റവും വലുത്. മറ്റേത് കബീറാണ്, ഇത് അക്ബറാണ്. മനസ്സിലില്ല? അള്ളാഹിനടുക്കൽ ഹാദിഹിൽ അഷ്യാഉൽ അർബഅതു, 4 കാര്യമാണ്. ഇതൊക്കെ ഒന്ന് ഖിതാലുൻ ഫീ കബീർ മൊത്തത്തിൽ പറഞ്ഞില്ലേ. സദ്ദുൻ അൻ സബീലില്ലാഹി വൽ മസ്ജിദുൽ ഹറാം വകുഫ്റുൻ ബിഹി വഇഖ്റാജു അഹ്ലിഹി മിൻഹു. 4 കാര്യം. അക്ബറു ഇസ്മൻ വഉഖൂബതൻ, അത് തെറ്റിനാലും അതിൻ്റെ ശിക്ഷയാലും ഏറ്റവും കടുപ്പമേറിയതാണ്. മീൻ ഖാത്തിലുൽ മുസ്ലിമീന ഇബ്നുൽ ഹൽറമി, ഇബ്നുൽ ഹൽറമീനെ ഒരാളെ, അതും അബദ്ധത്തിലാണ്, മാസം ലാസ്റ്റാന്ന് വിചാരിച്ച് ജുമാദയാണ് മാസം മറന്നിട്ടുണ്ട് ഫി ഷഹ്റിൽ ഹറാമിൽ. അപ്പം അസ്ഹാബിമാരെ വക്കൽ നിന്ന് ഒന്നേ സംഭവിച്ചിട്ടുള്ളൂ, അതും അബദ്ധത്തിൽ. വൽ ഫിത്നതു അക്ബറു മിനൽ ഖത്ൽ. വൽ ഫിത്ന എന്ന് പറഞ്ഞാൽ ഇവർ ചെയ്ത 4 കാര്യം എന്തൊക്കെയാണ്? മർത്തകബു മിനൽ ഇഖ്റാജി വശ്ശിർക്കി വസദ്ദിൻ നാസ അനിൽ ഇസ്ലാം. ആ 4 കാര്യം ഉണ്ടിക്കും. ആ ഫിത്ന അക്ബറു മിനൽ ഖത്ൽ, നിങ്ങൾ സംഭവിച്ച ആ ഖത്ലിനാക്കാണ് അക്ബറാണ്. അതായത് മനസ്സിലായിട്ടുണ്ട്. ഐ അഫ്ളഉ മിൻ ഖത്ലിൽ ഹദ്റമി ഫി ഷഹ്റിൽ ഹറാം, ഹദ്റമിയിനെയാണ് കൊന്നത്. ഹദ്റമി കൊല്ലപ്പെട്ട ആളാണ്. അപ്പം മഫ്ഊലാണ്. ഇനി വലാ യസാലൂന യുഖാതിലൂനകും, ഇനി അവർ ഖിതാൽ ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്യും. ഇതുകൊണ്ട് അവസാനിപ്പിക്കൂല. അല്ല, ബയാനുൽ ഇസ്തിഹ്കാമി അദാവതിഹിം, അവരുടെ ശത്രുത രൂഢമൂലമായിട്ടുണ്ട്, അത് ഇപ്പോഴൊന്നും വിട്ടുപോകൂല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വലാ യസാലൂന യുഖാതിലൂനകും ഐ വലാ യസാലുൽ കുഫാറു ജാദ്ദീന ഫീ ഖിതാലികും അയ്യുഹൽ മുഅ്മിനൂൻ, കുഫാറുകളായിക്കൊണ്ടേയിരിക്കും, അവർ വളരെ ഉഷാറാക്കിക്കൊണ്ടിരിക്കും നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന വിഷയത്തിൽ മുഅ്മിനീങ്ങളെ. ഹത്താ യറുദ്ദൂകും മിൻ ദീനിക്കും, നിങ്ങളെ ദീനിനെ തൊട്ടെന്താക്കണം, അവർ നിങ്ങളെ തെറ്റിദ്ധരിക്കണം. നിങ്ങൾ ദീന് മുറുകെ പഠിക്കുന്നത്തോളം യുദ്ധം തുടങ്ങും. അവർ നിങ്ങളെന്താക്കണം, പിന്തിരിയണം. എന്നാണ് അവരുടെ ലക്ഷ്യം. യുസ്നിഫൂക്കും അൻ ദീനിക്കുമുൽ ഹഖ്, ഹക്കായ നിങ്ങളുടെ ദീനിനെ തൊട്ട് തെറ്റിച്ചിട്ട് ഇലാ ദീനിഹിമുൽ ബാത്തിൽ, അവരുടെ ബാത്തിലായ ദീനിലേക്ക് എന്താക്കണം, നിങ്ങൾ തിരിക്കണം. എങ്ങനെ? ഇൻസ്തത്താവ്, കഴിയുമെങ്കിൽ. പല സഹാബിമാരുടെ മുമ്പിൽ അത് നടക്കൂലെന്നേ ഉള്ളൂ, കഴിയുമെങ്കിൽ. അപ്പോൾ ഇതെന്താണ്? ഇശാറത്തുൻ ഇലാ തസല്ലുബിഹിം ഫിദ്ദീൻ, ദീനിൻ്റെ വിഷയത്തിൽ അവർ പൂണ്ടുപിടിച്ചെന്നതാണ്. കാന്നഹു ഖീല വഅന്നാ ലഹും ദാലിക, അതെങ്ങനെയാണ് നടക്കുകയെന്ന്. അപ്പം അസ്ഹാബിമാർ ദീനിൽ നല്ല പൂണ്ട് പിടിച്ചപ്പോൾ അതുകൊണ്ടാണ് ഇസ്തത്താവ് എന്ന് പറയാൻ കാരണം. അത് കഴിയുമെങ്കിലും എന്ന് പറയുന്നത് ആരെങ്കിലും തിരിഞ്ഞു പോയാൽ അത് മറ്റൊരു പ്രശ്നമാണ്. എന്തുകൊണ്ട്? വമൻ യർതദിദ് മിൻകും അൻ ദീനിഹി, നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും അവൻ്റെ ദീനിനെ തൊട്ട് തെറ്റി, അത് മൻ യഫ്അൽ ദാലിക, എന്നിട്ടോ ഫയർതദു അനിൽ ഇസ്ലാമി, ഇസ്ലാമിനെ തൊട്ട് തെറ്റിയിട്ട് ബിഇദ്ലാലിഹിം വഇഖ്വാഇഹിം, അവരുടെ ഈ ഇദ്ലാലിലും അവരുടെ ചതിയിലും പെട്ടിട്ട് എന്താക്കി മറിഞ്ഞാൽ ഫയമുത്ത്, അയാളെ മേടിക്കുകയും ആണെങ്കിൽ, ആ മണ്ണിൻ്റെ ഇർത്തദിദ് ഫയമുത്ത്, മണ്ണ് ഇർത്തദിദ് എന്നുകൊണ്ട് ജിസ്മ് ചെയ്തില്ലേ, അപ്പം ഇവിടെ എന്താക്കും ഫയമുത്ത്, അങ്ങനെ മരിക്കുകയും ചെയ്താൽ എത്തരത്തിൽ മരിച്ചു? ബഹുവ കാഫിറുൻ, കാഫിറായ സ്ഥിതിയിൽ മരിച്ചാൽ എങ്ങനെ അത് മരിക്കലും ജന്നം ചെറിയ ഇസ്ലാമിലേക്ക് വീണ്ടും വരാനാലി. ഫഉലൈക അൽ മുസിറൂന അലൽ ഇർതിദാദി, മുർത്തദ്ദാകുന്നതിൻ്റെ മേൽ തന്നെ നിലനിൽക്കുന്നവർ, ഹബിതത് അഅമാലുഹും, അവരുടെ അഅമാലുകൾ മുഴുവനും പൊളിഞ്ഞുപോയി. യുദ്ധത്തുകൊണ്ട് എന്തായി? അഅമാൽ മുഴുവൻ പൊളിഞ്ഞു. അപ്പോൾ ഇത്ര കാലം ചെയ്തതിനൊന്ന് കൂലി നഷ്ടപ്പെട്ടു. ഐ ബത്തലത് തലാശത്, അഅമാലുകൾ ബാത്തിലാവുകയും അത് ലാശയായി മാറുകയും ചെയ്തു. ഇതില്ലേ ഏത് അഅമാല്? അല്ലത്തി കാനു അമിലുഹാ ഫീ ഹാലത്തിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ഹാലത്തിൽ മുമ്പ് ചെയ്ത അഅമാലുകൾ. ഫിദ്ദുന്യാ, ദുന്യാവിൽ തന്നെ പൊളിഞ്ഞ്. വഹുവ ഖത്ലുഹു ഇൻദൽ ലഫർ ബിഹി ലിർതിദാദിഹി,
അവരെ ഏറ്റവും എന്താക്കും, മുർത്തദ്ദായ പകൽ അവർ കൊല്ലപ്പെടുകയും ചെയ്യുമല്ലോ. വസവാദിൻ നിക്കാഹ് മുറിയും. വഹിർമാനിഹിമി മവാരീസിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ അനന്തര സ്വത്ത് ഇവർക്ക് കിട്ടുകയും ചെയ്യൂല. അപ്പൊ ദുന്യാവിൽ വെച്ച് ഇവർക്ക് കിട്ടുന്ന ഒന്ന് അവരെ കിട്ടുകയാണെങ്കിൽ എന്താക്കും, മുർത്തദ് എന്നുള്ള കെയറോഫിൽ കൊല്ലപ്പെടും. 2 നിക്കാഹ് ബന്ധം മുറിയും. 3 അനന്തര സ്വത്ത് കിട്ടൂല. അപ്പൊ അത് ഫിദ്ദുന്യയിലാണ്. ഇനി വൽ ആഖിറത്തിലും കിട്ടും. അതെപ്പോൾ ബഹുവ സവാബ് ഹസ്നുൽ മആബ്, അമാലിന്റെ സവാബും ഹസ്നുൽ മആബും അവ നഷ്ടപ്പെട്ടിട്ടുണ്ട്. വലാഹിറുൽ ആയത്തി, ഈ ആയത്തിന്റെ ലാഹിർ എന്താണുള്ളത്? യഖ്തദി അൻ തകൂനൽ വഫാതു അല റിദ്ദ, റിദ്ദത്തിന്റെ മേലായി കൊണ്ടുള്ള മരിക്കൽ തേടും. ഷർത്തൻ, ഷർത്തിനെ തേടും. എന്തിനാ ഷർത്തിൽ? സുബൂത്തുൽ ഹക്കാമിൽ മദ്കൂറ, ഈ മദ്കൂറാത്തായ ഹക്കാമിന് ദുന്യാവിൽ ഇന്ന് സംഭവിക്കും, ആഖിറത്ത് ഇന്ന് സംഭവിക്കും എന്നുള്ളതിന് അതാ അത് ഷർത്താവലിനെ തേടുന്നുണ്ട്. അപ്പൊ എന്തായി? ആയ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇതുണ്ടാവില്ല എന്ന് വരും. വഹിയ ഹുബൂത്തുൽ അഅമാൽ, അഹ്കാമേത ഹുബൂത്തുൽ അഅമാൽ ഫി ദുനിയ വൽ ആഖിറ. പിന്നെ വഖൂനു സാഹിബിഹാ മിൻ അസ്ഹാബിൻ നാർ, അസ്ഹാബുൻ നാരിൽ അയാൾ പെട്ടില്ലേ, അത് അവിടെ പരലോകത്ത് ഖാലിദൻ ഫിഹാ. വഅല്ലാ യസ്ബത ശൈഉൻ മിനൽ അഹ്കാമി, ഈ അഹ്കാമിൽപ്പെട്ട ഒരു ശൈഉ സുബൂത്താവൂല ഇൻ അസ്ലമൽ മുർത്തദു ബഅദ റിദ്ദതി, റിദ്ദത്തിന് ശേഷം അയാൾ വീണ്ടും മുസ്ലിം ആയാൽ ഈ ഹക്കാം ഒന്നും സുബൂത്താവൂല എന്നും വന്നു. രിദ്ദത്തിന്റെ മേൽ തന്നെ മരിച്ചെങ്കിലേ ഈ പറഞ്ഞ അതാ ഫയമുത്ത് എന്ന് കൂട്ടിയില്ലെന്ന്. അതാ വലിഹാദാ, ഇതുകൊണ്ടാണ് യഹ്തജ്ജൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ബിഹാദിഹിൽ ആയ, ഈ ആയത്ത് കൊണ്ട് തെളിവ് വിളിച്ചു അലാ അന്ന റിദ്ദത ലാ തുഹ്ബിത്തുൽ അഅമാല ഹത്താ യമൂത സാഹിബുഹാ അലൈഹാ. ഇത് റിദ്ദത്ത് എന്നുള്ളത് അഅമാൽ പൊളിക്കൂല, മരിക്കുന്നവരെ പൊളിക്കൂല. മരിച്ചെങ്കിൽ എല്ലാം പൊളിക്കും. അപ്പൊ മരിക്കുന്നവരെ ഇയാളെ പ്രതീക്ഷിക്കും. ഹത്താ യമൂത സാഹിബുഹാ അലൈഹാ എന്ന് പറഞ്ഞാൽ റിദ്ദത്തിന്റെ മേലിലായിട്ട് സാഹിബ് മരിക്കുന്നത്. വൈന്ദ അബീ ഹനീഫത്ത് റളിയല്ലാഹു അൻഹു അടുക്കൽ അന്ന റിദ്ദത തഹബിത്തുൽ അഅമാല മുത്തലഖൻ, മരിക്കാൻ കാത്തുക്കൂല, അഅമാൽ അപ്പം തന്നെ പൊളിഞ്ഞാണ് മുത്തലഖൻ. ഐ വൈന്ദ ജാ മുസ്ലിമൻ, മുസ്ലിമായിട്ട് വന്നാൽ തന്നെയും കഥ വിടേണ്ടിയിരുന്നു. എന്താ തമസ്തുക്കൻ മൂപ്പറ് പിടിച്ചത് ബിഉമൂമി ഖൗലിഹി തആല, ഈ ആയത്തല്ല. അതാ വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ എന്ന ആയത്താണ് മൂപ്പറ് പിടിച്ചത്. വലൗ അശ്റകൂ, അവർ ശിർക്ക് വെക്കുകയാണെങ്കിൽ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്ന എന്താണോ അതെല്ലാം പൊളിയുന്നു. ഈ ആയത്തുകൊണ്ട് പിടിച്ച് അതിന് ആമ്മ്. അപ്പൊ മരിക്കൽ എന്ന് പറഞ്ഞിട്ടില്ല. അതേപോലെ ഷാഫി ഇമാം പിടിച്ചതിൽ ഫയമുത് വഹുവ കാഫിറുൻ എന്നൊരു കൈത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വഖൗലിഹി, അല്ലാഹുവിന്റെ മറ്റൊരു പോലെ ഏതാണ്, വമൻ യക്ഫുർ ബിൽ ഈമാനി ഫഖദ് ഹബിത അമലുഹു, അവിടെ മരിക്കൽ കൈത് കൊടുത്തിട്ടില്ല അമൂമാണ്. ഇനി മറ്റേ ആയത്തിന്റെ ബാക്കിയാണ്. ഇനി അബൂ ഹനീഫ ഇമാമിന്റെ തെളിവ് തീർന്ന്. ഇനി ആയത്തിന്റെ ബാക്കി നമ്മൾ ഓതി വന്ന ആയത്ത് വഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. ആയത്തിന്റെ ഇടയിൽ അവിടെ വ്യത്യാസം കാണാത്തോണ്ട് അത് അബൂ ഹനീഫ ഇമാമിന്റെ ആയത്താൻ തോന്നിപ്പോണ്ട്. അങ്ങനെയല്ല, അത് തീർന്ന്. അവർ അസ്ഹാബുൻ നാറുമാണ്. എന്നുവെച്ചാൽ അസ്ഹാബ് തന്നെ ഉടമകളല്ലല്ലോ, അതിന് നാറ് വേറെ, നാറിന്റെ ഉടമകളല്ലല്ലോ ഇവര്. അതിൽ മുലാസിമുഹ, അതിൽ തന്നെ താമസിക്കുന്ന കൂട്ടർ. ഹും ഫീഹാ ഖാലിദൂൻ, അവർ ഖാലിദീങ്ങളുമാണ്. കദഅബി സായിലിൽ കഫറ, മറ്റുള്ള കുഫാറുകൾ അവസ്ഥയും അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് ഫലാ ബുദ്ദ ലിൽ മുഅ്മിനി മിനൽ അമലി സ്വാലിഹി വമിനസ് സൗനി അമ്മാ യുബ്തിലുഹു. ഒരു മുഅ്മിനായ മനുഷ്യന് എന്ത് വേണം? സാലിഹായ അമല് വേണം. അത് എന്തു കാരണങ്ങളാലോ ബാത്തിലായി പോകുന്നത് അതിനെ തൊട്ട് കാത്തു സൂക്ഷിക്കുകയും വേണം. മനസ്സിലായില്ലേ? വസബബുൽ ഇർത്തിദാദി അദമുൽ യഖീൻ. ഇനി പറയുന്നത് ഈ മുർത്തദ്ദാദിന് കാരണം എന്താണ്? യഖീനില്ലായ്മയാണെന്നാണ്. ആദ്യം തന്നെ മനസ്സിന് ഉറച്ചിട്ടില്ല യഖീൻ. അപ്പം പണ്ട് പറഞ്ഞില്ലേന്ന്, ഈമാൻ എന്ന് പറഞ്ഞാലും തസ്ദീഖ് എന്ന് പറഞ്ഞാലും ഇദ്ആൻ എന്ന് പറഞ്ഞാലും യഖീൻ എന്ന് ഏറ്റിക്കാതെല്ലാം സംഗതി ഒന്നാണ്. എന്തോ ഒരു ഖബർ, ഒരു ആശയമുണ്ട്. ആ ആശയം അംഗീകരിച്ചാൽ ഇദ്ആൻ എന്ന് പറയും, അതിനെതിർപ്പില്ല.
ആശയം പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന ആളാരാണോ അദ്ദേഹത്തിന് എന്താക്കി അയാൾ പറഞ്ഞത് ശരിയാണെന്ന് ഇത് അംഗീകരിക്കലോടുകൂടി എന്തായി തസ്ദീഖ് വന്നു. അയാളെ കളവാക്കലിനെ തൊട്ട് അയാളെ നിർഭയനാക്കി എന്നുള്ള അർത്ഥത്തിൽ എന്ത് പറയും? ഈമാൻ എന്നും പറയും. അത് മനസ്സുമായിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിഞ്ഞ് നിൽക്കുന്ന അഴിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ ഏറ്റിക്കാതെ എന്ന് പറയും. അത് തളം കെട്ടിയിട്ട് ചോർന്നു പോകുന്നില്ല എന്നർത്ഥത്തിൽ യഖീനും പറയും. മനസ്സിലായില്ലേ? എല്ലാം ഇത് തന്നെയാണ്. അപ്പൊ യഖീനിന്റെ ഇല്ല അങ്ങനെ അല്ലെങ്കിൽ ഹഖീഖിയായ ഒരു മുവഹിദിന്റെ ചുറ്റുഭാഗത്ത് എങ്ങനെ വരും ശൈത്താൻ? എങ്ങനെ വരിക? വഹുവ ഖദ് തഖല്ലസ മിനൽ ഖുയൂദ് വവസല ഇല റബ്ബിൽ മഅബൂദ്. ഇത്തരത്തിൽ ഹഖീഖിയായ മുവഹിദ് ഉണ്ടല്ലോ, അവന് എല്ലാ കൈതുകളെ തൊട്ടും മോചിതനായിക്കൊണ്ടിട്ട് റബ്ബുൽ മഅബൂദിന്റെ അടുക്കലേക്ക് വാസിലായിട്ടുണ്ട്. അവിടെ പിന്നെ ശൈത്താന്റെ പ്രവേശനമില്ല. അവ യഖീനില്ലായ്മയാണ് മുർത്തദാകാനുള്ള കാരണം. ഖാല ശൈഖ് ഇബ്നു സിറാജ് റളിയല്ലാഹു അൻഹു പറയുന്നു, സമീഅത്തുൽ ജുനൈദ റളിയല്ലാഹു അൻഹു ഖദ്ദസല്ലാഹു യഖൂൽ റഅയ്തു ഇബ്ലീസ ഫിൽ മനാമി. അതാണ് ജുനൈദുൽ ബഗ്ദാദി. ഇബ്ലീസിനെ ഞാനെന്താ മനാമിൽ കണ്ട് കന്നഹു ഉരിയാൻ, അവൻ നഗ്നനായിട്ടുള്ളത് ഇബ്ലീസ്. ഫഖൽതു അലാ തസ്തഹി മിനൻ നാസ്, അല്ലടാ ജനങ്ങളെ കാണുമ്പോൾ നിനക്ക് നാണക്കേടില്ലേ? നീ എന്താ തുണി കഴിച്ച് നടക്കുന്നതെന്ന് ചോദിച്ചു. ഫഖാലപ്പം പറഞ്ഞു, ഇവിടെ ജനങ്ങൾ കണ്ടേ ഇനി. ഫഖാല ലൗ കാന ഹൗലായി മിനൻ നാസി ലമതലഅ ബിഹിം. ആ കാണുന്ന കൂട്ടറല്ല നാസിൽപ്പെട്ടവരാണെങ്കിൽ ഞാൻ ഓരെ കൊണ്ട് കടിക്കൂലല്ലോ, ഞാൻ മാറി നിൽക്കില്ലല്ലോ ഉണ്ടാവില്ലേ? ഇതുപോലെ കമായത്തലാബു സബിയാനു ബിൽ ഖുറ, കുട്ടികൾക്ക് പന്ത് കിട്ടിയ പോലെയല്ലേ. അപ്പൊ ഇവരെ നാസ ആയിട്ടില്ല. ഫഖുൽതു, പിന്നെ നീ പറയുന്ന മനിന്നാസും, പിന്നെ നീ പറയുന്ന നാസാരി. ഫഖാല ഖൗമുൻ ഫിൽ മസ്ജിദ്, അതാ പള്ളിയിലെ കുറച്ച് കോമിങ്ങൾ അവിടെ പോയി നോക്കും, അവരാ നാസ്. ഖദ് അൻഹലു ജിസ്മി, അവർ എൻ്റെ ശരീരത്തിനെ മെരിപ്പിച്ചു കളഞ്ഞു. അവരുടെ കൂടെ കൂടി എനിക്ക് ചോറും കിട്ടൂല കഞ്ഞിയും കിട്ടൂല. പണ്ട് ഇബ്ലീസ് പറഞ്ഞില്ലേ, എന്താണ് ഒരാൾ രാത്രി അന്തിയുറങ്ങാൻ ഇവൻ്റെ കൂടെ നമുക്ക് താമസം ബിസ്മി ചൊല്ലിയിട്ട് കയറിയപ്പോൾ എനിക്ക് പ്രവേശനം ഇല്ലുണ്ടായി. ഇന്ന് ഭക്ഷണം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിച്ചപ്പോൾ ഭക്ഷണമില്ല. അപ്പം ഇന്നാളെ ഒതുങ്ങുന്നുണ്ട്. വാഹനക്കോ കൽബി, അവർ എൻ്റെ കൽബിനെ കരിച്ചു കളഞ്ഞിട്ടുണ്ട്. കുല്ലമാ ഹമംതു ബിഹിം, അവരെ പൊടികൂടാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുമ്പോഴേക്ക് അശാറു ഇലല്ലാഹി തആല, അവർ അള്ളാനെ കൊണ്ട് ഇശാറത്താക്കിയെന്ന്. അപ്പം എനിക്കവിടെ രക്ഷയില്ല. ഫഅകാദു ഉഹറഖു ബിനൂരി ദിക്രിഹിം, അവരുടെ ദിക്റിന്റെ നൂറ് കൊണ്ട് ഞാൻ കഴിഞ്ഞു പോകുന്നു എന്നാ പറഞ്ഞത്. അപ്പം ഇത് കേട്ട ഉടനെ എന്താക്കുക, പള്ളിയിലേക്ക് ഒന്ന് പോയി നോക്കണമെന്ന് ആയിരിക്കും ജുനൈദങ്ങൾ. മൂപ്പർക്ക് എങ്ങനെ ഉണ്ട്, വലിയ അന്വേഷണ ബുദ്ധിയാണ്. അപ്പോൾ കാല മൂപ്പർ പറഞ്ഞ് ഫന്തബഹ്തു, ഞാൻ ഉണർന്ന് വജീതു ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക് പോയി. ബിലൈൽ, രാത്രി തന്നെ പോയി. നല്ലൊരു ഉസ്ഫല്ലേ പറഞ്ഞത്. ഇബ്ലീസ് പോലും തോറ്റു പോകുന്ന ഒരു കോമാളുണ്ടല്ലോ. അങ്ങനെ ഫലമ്മ ദഖൽതുൽ മസ്ജിദ്, പള്ളിയിലേക്ക് കയറി നോക്കുമ്പോൾ ഇലാ അന ബി സലാസത്തി അൻഫുസിൻ ജുലൂസുൻ, 3 ആളുകളുണ്ട് അവിടെ ഇരിക്കുന്നു. വറൂസുഹും വഖത്താത്തും ബി മുറക്കാഅതിഹിം, അവരെ കണ്ടം വെച്ച് ഏച്ചൻകുട്ടിയെ തുണിയുണ്ടല്ല, അതുകൊണ്ട് അവരെ തല മൂടിയിട്ടുണ്ട് 3 ആള്. ഫലമ്മ അഹസ്സു ബി, ഞാനിങ്ങനെ കയറി എന്നവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ അഖ്റജ വാഹിദു റഅസഹു, ഒരാളെന്താക്കി തല പുറത്തേക്ക് അടിച്ചു. ഫഖാല യാ അബുൽ ഖാസിം, അബുൽ ഖാസിം ആരാണ്? ജുനൈദ്. അൻത കുല്ലമാ ഖീല ലക ബിശൈഇൻ സിർത തഖബലുഹു വതസ്മഉഹു, നിങ്ങൾ എന്തൊരു കാര്യം കേട്ടാൽ എന്താകും, അത് സ്വീകരിക്കും, അതിന് അംഗീകരിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഇബ്ലീസ് പറഞ്ഞോടത്തോടെ ഇബ്ലീസല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് തള്ളിയില്ല, ഉടനെ പള്ളിയിലേക്ക് പോയി. അതാണ് തന്നെ അള്ളാഹുവിന്റെ താഅത്തിലുള്ള അവരുടെ ഇജ്തിഹാദ് നീ നോക്ക്. വസഫായി അസ്റാറിഹിം അമ്മാ സിവാഹു തആല, അല്ലാഹു തആല അല്ലാത്ത മാസിവാനെ തൊട്ട് അവരുടെ കൽബിന്റെ ഉള്ളിൽ എത്രമാത്രം ശുദ്ധിയായി നോക്ക്. ഫഹും മിൻ അഹ്ലിൽ ഇസ്ലാമിൽ ഹഖീഖിയ്യ, അതാണ് ഹഖീഖിയ്യ ഇസ്ലാമിന്റെ ആളുകൾ. അവിടെ എന്താക്കൂല, ശൈത്താനിക്ക് കയറാൻ കഴിയില്ല. മെൽജോയി എന്നല്ലേ പറഞ്ഞു. അതവിടെ തീർന്നേ. യഖൂലുൽ ഫഖീറു നാദിമു ഹാദിഹി ദുറ, അതായത് മുസന്നിഫ് പറയുന്നത്, ഖാലലി ശൈഖി അൽ അല്ലാമ, എൻ്റെ ശൈഖനോട് പറഞ്ഞു, അബ്ഖാഹുല്ലാഹു ബിസ്സലാമ എന്ന് ശൈഖിന് ദുആ ചെയ്തതാണ്.
ഫീ ഖൗലിഹി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഖൗലിൽ ശൈഖ് വ്യാഖ്യാനിച്ചത് ബദഅ അൽ-ഇസ്ലാമു ഗരീബൻ വസയഊദു ഗരീബൻ കമാ ബദാ എന്ന ഹദീസില്ലേ, ഇസ്ലാം ഗരീബായി കൊണ്ടാണ് തുടങ്ങിയത്, പിന്നീട് ഗരീബായ അവസ്ഥയിലേക്ക് തന്നെ മടങ്ങുന്നല്ലേ പറഞ്ഞത്. ആ ഹദീസിനെ എന്താക്കിയെന്നറിയോ ശൈഖ് അർത്ഥം വെക്കുന്നത്? അൽ മുറാദു ബിൽ ഇസ്ലാം ഹുൽ ഇസ്ലാമുൽ ഹഖീഖിയ്യു, ഹഖീഖിയായ ഇസ്ലാമിനെ പറ്റിയാണ് പറഞ്ഞത്. അല്ലാണ്ട് നാമമാത്രമായ ആളുകൾ ഇഷ്ടം പോലുണ്ട്, ഗരീബൊന്നുമല്ല. ഗരീബായി മാറും എന്ന് പറഞ്ഞത് ഹഖീഖിയായ മുസ്ലിം എണ്ണത്തിൽ കുറവാക്കുന്നതുണ്ട്. വസാഹിബുഹു ലാ യർതദ്ദു അബദ, അങ്ങനെയുള്ള ആൾ മുർത്തദായിലുണ്ടാവില്ല. വഖൗലുഹു ഗരീബൻ, അപ്പോൾ ഗരീബാബുകാൻ്റെ അർത്ഥം എന്തെന്നാ? അത് അല്ലാ യൂജദു ലഹു അനീസുൻ, അദ്ദേഹത്തിന് ഈനാസാക്കുന്ന ഒരാളെ കിട്ടൂല. കൂടുന്നാളെന്താക്കും? ഇദ്ദേഹത്തിൻ്റെ മാതിരി യക്കീനുള്ള ആളായിരിക്കില്ല, തട്ടിപ്പായിരിക്കും. അനീസായ ആളെ കിട്ടൂല, അപ്പൊ ഗരീബാവൂലേ? അതെ, മൂന്നാളെ പേര് പറഞ്ഞില്ല. ഇനി പുതിയൊരു മസാല. إن الذين آمنوا والذين هاجروا وجاهدوا في سبيل الله أولئك يرجون رحمة الله والله غفور رحيم. ഒന്ന് ഈമാന്, രണ്ടെന്താണ്? ഹാജറു ഹിജ്റ, മൂന്നാമത്തത് ജാഹദു ഫീ സബീലില്ലാഹ്. മൂന്ന്, ഈ മൂന്ന് കാര്യങ്ങൾ പ്രവർത്തിച്ചവര് അവർ സുലൂക്കയില്ലേ? ഇവർ ചെയ്ത സുലൂക്കല്ലേ? അല്ലാഹു തആല കൊടുക്കുന്ന ജവാബ് എന്താ? നീ അതിന്റെ ജദ്ബ് എന്ന് പറയാം. ഉലൈക യർജൂന റഹ്മത്തല്ലാഹ്, അള്ളാഹുവിന്റെ റഹ്മത്തിന് ആഗ്രഹിക്കുന്നവരാണ് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ആഗ്രഹിക്കാന്ന് അവർ ഹാൽ തന്നെയല്ലേ? അതാ പറയാൻ പോകുന്നത്. അതിനെപ്പറ്റി വ്യാഖ്യാനിക്കും. ഇന്നല്ലദീന ആമനൂ നസലത് ഫിൽ മുജാഹിദീൻ. ഇപ്പോഴത്തെ മറ്റേ മുജാഹിദല്ലേ? ഓരെന്തോ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ, മുജാഹിദിന്റെ ക്ലാസ്സൊന്നും പറഞ്ഞിട്ടുണ്ട്. വൽ മഅന സബതു അലാ ഈമാനിഹിം ഫലം യർതദ്ദു, ഈമാനിന്റെ മേൽ തന്നെ ഉറച്ചിരുന്ന് മുർത്തദാവാതിരുന്ന. ഒന്ന്. രണ്ട്, വല്ലദീന ഹാജറു എന്ന് പറഞ്ഞാൽ ഫാറഖു മനാസിലഹും വ അഹ്ലഹും, അവർ സ്വന്തം താമസിക്കുന്ന നാടുകളെയും അഹലുകാരെയും പിരിഞ്ഞിട്ട് ഹിജ്റ പോയി. രണ്ടായില്ലേ? വജാഹദു ഫീ സബീലില്ലാഹ് ഹറബുൽ മുശ്രികീന, അല്ലാഹു ഫീ സബീലില്ലാഹി, ഫീ സബീലില്ലാഹി എന്ന് പറഞ്ഞാൽ ഫീ തആഅതിഹി ലിഇലാഇ ദീനിഹി, അവന്റെ ദീനിനെ ഉയർത്തി വെക്കുന്നതിന് വേണ്ടി അവരെന്താക്കി? മുജാഹദ ചെയ്തു. മൂന്ന് പ്രവർത്തനമില്ലേ? എന്നിട്ട് ഉലൈക, ഈ മൂന്ന് പ്രവർത്തനങ്ങൾ ചെയ്ത വിഭാഗം യർജൂന റഹ്മത്തല്ലാഹി എന്ന് പറയുമ്പോൾ അവരെ ആമനു പോലെ ഹാജറു പോലെ ജാഹദു പോലെ ഇവർ റജാകല്ലേ ഇവർ. അപ്പൊ അല്ലാഹുവിന്റെ വക്കത്ത് കിട്ടുന്നത് ഇവിടെ പറഞ്ഞിട്ടില്ല എന്താ പറയുന്ന? ഐ യർജൂന സവാബഹു വലാ യഹ്ബിതു അഅമാലഹും, യഹ്ബിതു അഅമാലഹും, അവർ അതിന്റെ സവാബിനെ ആഗ്രഹിക്കുന്നു, അതിന്റെ അഅമാൽ അവർ പൊളിക്കൂല. അഅമാൽ മുർത്തദ്ദീൻ, മുർത്തദ്ദീങ്ങൾ പൊളിച്ചതുപോലെ ഇവർ പൊളിക്കൂല. വല്ലാഹു, അല്ലെങ്കിൽ പിന്നെ ചെയ്തിടത്തോളം ഈമാനും മുഹാജിർ ഹിജ്റയും ജിഹാദും എല്ലാം പൊളിയൂലേ? വല്ലാഹു ഗഫൂറുർ റഹീം. അല്ലാഹു ഗഫൂറുൻ എന്നത് ഫഊൽ വസ്നാണ്. അത് മുബാലയാണ്. മുബാലിഗൻ ഫീ മഗ്ഫിറതി മാ ഫറത മിൻ ഇബാദിഹി ഖതഅൻ, അടിമകളെ വക്കൽ നിന്ന് ഖത്ആയിട്ട് വല്ല പോരായ്മയും സംഭവിച്ചാൽ അത് പൊറുക്കുന്ന വിഷയത്തിൽ മുബാലിഗാണ് അല്ലാഹു തആല. അത് വീണ്ടും വീണ്ടും റഹീമുൻ എന്ന് വെച്ചാൽ യുജിസിലു ലഹുമുൽ അജ്റ വസ്സവാബിൻ, എന്താക്കും? പൂർത്തിയാക്കി കൊടുക്കുകയും ചെയ്യും. ഖാല ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നു, ഹാഉലാഇ ഖിയാറു ഹാദിഹിൽ ഉമ്മ, ഈ വിഭാഗം ഈ ഉമ്മത്തിലുള്ള ഖൈറായ ജനങ്ങളാണ്. നോക്ക് ഇനി, സുമ്മ ജഅലഹുമുല്ലാഹു തആല അഹ്ല റജാഇൻ, കണ്ടാ? റജാഇന്റെ അഹ്ലുകാരെന്ന് ഉറപ്പിച്ച് അല്ലാഹു പറഞ്ഞത്. അത് വഇന്നഹു മൻ റജാ തലബ, റജാ വെച്ചാൽ അത് തേടും. വമൻ ഖാഫ ഹറബ, അത് പൊതുവേതാണ്. ഒന്ന് പേടിച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നോക്കും. റജാ വെച്ചാൽ അത് തേടും. ഖാല ഇന്നൽ ഹജ്ജാജ ലമ്മാ ഹദറത്തുഹുൽ വഫാത്തു, ഹജ്ജാജ് ഉണ്ടല്ലോ, കുറേ ആളെ കൊന്നില്ലേ, അയാൾക്ക് വഫാത്ത് വന്നു. കാന യഖൂലു അല്ലാഹുമ്മ ഗഫിർലീ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും.
فإن الناس يزعمون أنك لا تفعل. കണ്ടോ, ജനങ്ങൾ വാദിക്കുന്നു അന്നക യസ്അമൂന അന്നക ലാ തഫ്അലു. ഹജ്ജാജ് ഇസ്തിഗ്ഫാർ കുറേ ചൊല്ലിന്നല്ലേ പറയുന്നത്. എനിക്ക് പുറത്ത് തരൂല എന്നാണ് ജനങ്ങൾ വാദിക്കുന്നത്. അയാളെ വാക്കാന്നേ. മാത്ത, അങ്ങനെ അദ്ദേഹം മരിച്ച് വാസിത്തയിൽ വെച്ചിട്ട് നാട്ടിന്റെ പേര് സനത്ത് 95 കൊല്ലത്തിൽ മരിച്ചു. വഹിയ മദീനത്ത് ഹുല്ലത്തി അൻഷഅ, അദ്ദേഹം നിർമ്മിച്ച ഒരു പട്ടണമാണ് വാസിത്ത്. വക്കാന യൗമ മൗതിഹി യുസമ്മ ഉർസൽ ഇറാഖ്, അദ്ദേഹം മരിച്ച ദിവസം ഇറാഖിലെ ഉറുസ് എന്നാണ് പേര് പറഞ്ഞത്. വലം യഅലം ബി മൗതിഹി, മൗത്ത് കൊണ്ട് ആരും അറിഞ്ഞിട്ടില്ല. ഹത്ത അഷ്റഫത്ത് ജാരിയത്തുൻ മിനൽ ഖസ്ർ, മാളികയിൽ നിന്ന് ഒരു ജാരിയത്ത് എത്തി നോക്കി. വഹി തബക്കി, കരഞ്ഞും കൊണ്ടിട്ടു. വ തഖൂലു, എന്നിട്ട് പറയും അലാ ഇന്ന മുത്ഇമത്ത് തആമി വ മുഫലികൽ ഹാമി ഖദ് മാതാ എന്ന് ആ പെണ്ണുങ്ങൾ വിളിച്ചു പറയുന്നു. അതാ ജനങ്ങൾക്ക് തആം കൊടുക്കുന്ന നേതാവ്, അതുപോലെ ശത്രുക്കളുടെ തല പൊട്ടിക്കുന്ന നേതാവ് ഇതാ മരണപ്പെട്ടിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞിട്ടാണ് എല്ലാവരും അറിഞ്ഞു. സുമ്മദുഫിന, പിന്നെ മറമാടുമല്ലോ. വഖഫ റജുലുൻ മിൻ അഹ്ലി ശാമി അലാ ഖബരിഹി, ഷാമിൻ്റെ അഹലുകാരിൽപ്പെട്ട ഒരാൾ അയാളെ ഖബറിനെടുക്കൽ നിന്നിട്ട് വഖാല അല്ലാഹുമ്മ ലാ തഹരിംനാ ശഫാഅത്തൽ ഹജ്ജാജ്, ഹജ്ജാജിൻ്റെ ഷഫാഅത്ത് നമുക്ക് കിട്ടാണ്ട് തടയല്ലേ എന്ന്. അപ്പം എന്താ, ഈ ഹജ്ജാജ് ഷഫാഅത്ത് ചെയ്യാൻ പറ്റുന്ന ആളാണെന്നാണ് അയാൾ പറയുന്നത്. വഹലഫ റജുലുൻ, മറ്റൊരു റജുൽ സത്യം ചെയ്ത് മിൻ അഹ്ലിൽ ഇറാഖിൽപ്പെട്ട ബിത്തലാഖ് അന്നൽ ഹജ്ജാജ ഫിന്നാർ, ഹജ്ജാജ് നരകത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടിട്ടു. നരകത്തിലല്ലെങ്കിൽ എന്താക്കും, വളരെ തലാഖായി എന്ന് പറഞ്ഞിട്ടാണ് സത്യം ചെയ്യുന്നത്. അപ്പം ഒരാള് സ്ട്രോങ് കയറി, ആദ്യത്തെ ആള് റജായിലുണ്ടായാണ്ട് ഹജ്ജാജിന്റെ ഷഫാഅത്ത് നമുക്ക് തടയല്ല എന്ന് പറയുമ്പോ അങ്ങനെ താവൂസിനോട് പോയിട്ട് ഫത്വ ചോദിച്ചു. താവൂസിന് താമീങ്ങളിൽപ്പെട്ട വലിയാളല്ലേ. ഫഖാല യഗ്ഫിറുല്ലാഹു ലിമൻ യശാ, അല്ലാഹു തആല ഉദ്ദേശിച്ചൊക്കെ പുറത്തു കൊടുക്കൂലേ. അപ്പോൾ താവൂസിന്റെ മറുപടി എന്താന്ന്, റജായിന്റെ ഭാഗത്തേക്കാണ്. റജാ ആയിക്കോട്ട്, എന്നാലും അള്ളാഹ്ക്ക് പൊറുക്കമല്ലോ. വമാ അദുന്ന ഇല്ലാ തുല്ലിഖത്ത്, അതുകൊണ്ട് തലാഖ് ചെല്ലപ്പെട്ടവളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് മറുപടിയും പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഫയുഖാലു, പിന്നെ പറഞ്ഞു ഇന്നഹു ഇസ്തഫ്തൽ ഹസനൽ ബസരിയ, ഹസൻ ബസരിയോട് ഫത്വ ചോദിച്ചു ഈ സത്യം ചെയ്ത ആളെ പറ്റിയേ. ഫഖാല ഇദ്ഹബ് ഇലാ സൗജതിക, നീ പെണ്ണുങ്ങളേക്ക് പോയിക്കോ, വകുൻ മാഹാർത്തന്നെ കുടിക്കൊന്നു വന്നു. അപ്പോൾ എന്താവും, രണ്ട് രീതിയിലാണ്. ഫഇല്ലം യകുനുൽ ഹജ്ജാജ് ഫിന്നാർ, ഹജ്ജാജ് നരകത്തിലല്ലെങ്കിൽ ഇരിക്കണ്ട. ഫമാ യളുറുകുമാ അന്നകുമാ ഫിൽ ഹറാം, കണ്ടാ. അപ്പം ഒരാള് താവൂസിന്റെ മറുപടി വേറെയായി, ഹസൻ ബസന്റെ മറുപടി വേറെയായി. ഫഖദ് വഖഫ്ത മിൻ ഹാദൽ മദ്കൂർ, ഈ പറയപ്പെട്ട സംഭവത്തിൽ നിന്ന് നിനക്ക് മനസ്സിലായി അലാ അന്നല്ലാഹ തആല ഗഫൂറുർ റഹീം, കണ്ടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗഫൂറുർ റഹീമാണ്. യഗ്ഫിറു ലി അബ്ദിഹി, അവന്റെ അബ്ദിന് പുറത്തു കൊടുക്കും. വഇൻ ജാഅ ബിമിസ്ലി സബദിൽ ബഹരി ദംബൻ, സമുദ്രത്തിലുള്ള നൊരണ്ടല്ലോ അതിന് എണ്ണം കണ്ട് തമ്പിനാൽ അവൻ വന്നാലും ശരി. വമാ യളുറുകുമാ എന്ന് പറഞ്ഞത് ആരോടാണ്? ഈ പറഞ്ഞ രണ്ടാളോടല്ലേ, ഖിതാബാരോടല്ലേ. ഫല്ലാസിമുലിൽ ഇബാദി, ഇബാദിന്റെ ലാസിം എന്താണ്? അർറജാഉ മിനല്ലാഹി തആല, അല്ലാഹുവിന്റെ വക്കന്ന് റജാ. വഹാദിഹിൽ മനാസിലു സലാസ, ഇനി ഏതാണ് 3 മൻസില പറഞ്ഞിട്ടുണ്ട്. അതെ, ആമനു വഹാജറു വജാഹദു, അതാണ് അൽ ഈമാനു വൽ മുഹാജറത്തു വൽ ജിഹാദു. ഹിയൽ മഅനിയത്തു ബിഖൗലിഹി ഇത്തഖുല്ലാഹ വബ്തഗു ഇലൈഹിൽ വസീലത വജാഹിദു ഫീ സബീലിഹി ലഅല്ലകും തുഫ്ലിഹൂൻ. വേറൊരായത്തിൽ ആ പറഞ്ഞതും ഇത് രണ്ടും ഒന്നാണ്. അവിടെ വത്തഖുല്ലാഹ വബ്തഗു ഇലൈഹിൽ വസീലത വജാഹിദു ഫീ സബീലിഹി, അതിലുണ്ട് ഈ പറഞ്ഞ 3. വലാ സബീല ഇലൽ മുഹാജറത്തി ഇല്ലാ ബഅദൽ ഈമാൻ, ഈമാന് ശേഷമല്ലാതെ ഹിജ്റ പോകില്ലല്ലോ.
അപ്പം ആദ്യം ഈമാൻ ഉണ്ടാവും, എന്നിട്ട് ഹിജ്റ പോക്ക്. വലാ ഇലാ ജിഹാദിൽ ഹവാ ഇല്ലാ ബഅദ ഹദ്റാനി ഷഹവാത്ത്. ഷഹവാത്തിനോട് ഹിജ്റ പോയ ശേഷം അല്ലാതെ കണ്ട് എന്നില്ല ജിഹാദ് ഉണ്ടാവില്ല. അപ്പൊ മൂന്നും തർത്തീബിലാ ഉള്ളത്. ആദ്യം ഈമാൻ വേണം, പിന്നെ ഹാജറു, പിന്നെ മൂന്നാമത് ജിഹാദ്. വമൻ വസല ഇലാ ദാലിക, ഈ പറയപ്പെട്ട മൂന്നിലേക്ക് ഒരാളെത്തിയാൽ ഫഹക്കലഹു അൻ യർജുവ റഹ്മതഹു, റഹ്മത്ത് ആഗ്രഹിക്കുന്ന ഒരാളാവാൻ അയാൾ അവകാശിയായി. അപ്പൊ ഈ മൂന്ന് കാര്യം ചെയ്താൽ യർജൂന റഹ്മത്തഹു, റഹ്മത്ത് ആഗ്രഹിക്കേണ്ട ആളുകളാണ് അവര്. അതുകൊണ്ട് പണ്ടേ റജായിന് എന്താ അർത്ഥം പറഞ്ഞത്? വേണ്ടുന്ന അസ്ബാബുകളിൽ ഒരുക്കിയതിന് ശേഷമുള്ളതിനെ റജാഗ് അല്ലെങ്കിൽ തമന്നി എന്നല്ലേ പറഞ്ഞത്. അപ്പൊ റജാഗ് ആകാനുള്ള മൂന്ന് കാര്യം ഇവിടെ ഒരുക്കി വെച്ചു. അതാണ് ആ ജവാബ്. ഉലൈക റജൂൻ റഹ്മത്ത്. വഅലം അന്നൽ ഹിജ്റത അലാ ഖിസ്മൈനി, ഹിജ്റ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സൂരിയ, വഖദ് ഇൻഖത ഹുക്മുഹാ ബിഫത്ഹി മക്ക, മക്ക ഫത്ഹാകലോടുകൂടി അതിന്റെ ഹുക്മ് അവിടെ നിന്നു. ലാ ഹിജ്റത ബഅദൽ ഫത്ഹി എന്നല്ലേ. കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം ലാ ഹിജ്റത ബഅദൽ ഫത്ഹി, മക്ക ഫത്ഹിന് ശേഷം പിന്നെ ഹിജ്റയില്ല. മഅനവിയായ ഹിജ്റ എപ്പോഴും ഉണ്ട്. അതേതാണ്? അല്ലാഹു തആല ഇഷ്ടപ്പെടാത്ത കാര്യത്തിൽ നിന്ന് ഹിജ്റ പോവുക. പ്രത്യേകം വഹിയ സൈറു അൻ ഹവൻ നഫ്സി ഇലല്ലാഹി തആല, തടി ഹവാനെയും വിട്ടിട്ട് അള്ളാഹിലേക്കുള്ള സഫറാണ്. എന്തിനാ? ലിഫത്ഹി കഅബത്തിൽ ഖൽബി, ഖൽബാകുന്ന കഅബ തുറക്കാൻ. മറ്റേത് നിസ്കാരത്തിന്റെ കവിതയാകുന്ന കഅബ തുറക്കാനാവുമല്ലോ. ആ വതഖ്ലീസിഹാ മിൻ അസ്നാമി ശിർകി വൽ ഹവ, അവിടെ എന്താക്കിയിട്ടുണ്ട്? ബിംബങ്ങളെ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നതുപോലെ കൽബിന്റെ ഉള്ളിലുണ്ട് ശിർക്കും ഹവയും, അതിന് ഉന്മൂലനം ചെയ്യാൻ. ഫയജ്രി ഹുക്മുഹാ ഇലാ യൗമിൽ ഖിയാമ, ഈ മാനവിയായ ഹിജ്റയുടെ ഹുക്മ് ഖിയാമത്ത് നാൾ വരെയുണ്ട്. ഹുക്കിയ അന്ന ബഅദഹും ജാഅ ഇലാ ബഅദിൽ മശായിഖ് വഖദമഹു, ചിലര് ശൈഖന്മാരെ കൊള്ള വന്നിട്ട് കുറേ ഹിദ്മത്ത് ചെയ്തു. ഒരു സംഭവം അറിയുന്നു. വഖാല ലഹു, എന്നിട്ട് പറഞ്ഞു ഉരീദു അൻ തുഅല്ലിമനൽ ഇസ്മുൽ അഅ്ലം, നിങ്ങൾ ഇസ്മുൽ അഅ്ലം എനിക്ക് പഠിപ്പിച്ചു തരണോ എന്ന്. ആരോട്? ശൈഖിനോട്. വഖാല ലഹു, അത് അപ്പം ചോദിച്ചു വഫീക അഹ്ലിയത്തുൽ ലഹു, ഇസ്മുൽ അഅ്ലം പഠിക്കാൻ എനിക്ക് അഹ്ലിയത്തുണ്ടോ എന്ന് ചോദിച്ചു. കേൾക്കുന്നുണ്ടാ? ഖാല നഅം, ഉണ്ട് ഉണ്ടെന്ന് അയാൾ അവകാശപ്പെട്ടു. ഖാല ഇദ്ഹബ് ഇലാ ബാബിൽ ബലദ്, എന്നാ ആ നാട്ടിന്റെ ബാദക്കിലേക്ക് പോവുക. സുമ്മ അഖ്ബിർനി, എന്നിട്ട് ബിമാ ജറാഫി, അവിടെ എന്ത് സംഭവിച്ചോ എന്ന് പോയിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. ഫദഹബ, അദ്ദേഹം പോയി. വജലസ അലാ ബാബിൽ ബലദിൽ, അവിടെ പോയി ഇരുന്ന്. ഫൈദാ ബിശൈഖിൻ ഹത്താബിൻ, അപ്പം വിറക് ശേഖരിക്കുന്ന ഒരു ശൈഖുണ്ട്. മഅഹു ഹതബുൻ അലാ ഹിമാർ, കഴുതിന്റെ പുറത്ത് വിറകിന്റെ കെട്ടും വെച്ചിട്ടുണ്ട്. കാണല്ലേ? ഫദറബഹു ജുന്ദിയുൻ, അദ്ദേഹത്തിന് ഒരു പോലീസുകാരൻ തച്ചി. അല്ല, ഈ വിറക് വഹിക്കുന്ന ശൈഖിനാണ്. വഖദ ഹതബഹു, വിറകെന്താക്കി പിടിച്ചു പറിച്ച് ളുൽമച്ച്. ഫലമ്മ റജഅ റജുലു ഇല ശൈഖി, അങ്ങനെ ഈ നോക്കാൻ പോയ ബിസ്മില്ലാഹ് പഠിക്കാമെന്ന് പറഞ്ഞ ആളില്ലേ, മുമ്പത്തെ ശൈഖിനത്ത് പോയിട്ട് പറഞ്ഞു. എന്താന്ന്? ഒരു ഭാഷന്റെ ഒരാൾ പോകുന്നുണ്ട്, കഴുതപ്പുറത്ത് വിറകുണ്ടായിരുന്നു, അയാൾക്ക് തല്ലും കിട്ടി, വിറക് പിടിച്ചു പറിച്ച് കൊണ്ടുപോയി. ആ ഖാല ലഹു, ശൈഖ് പറഞ്ഞു ലൗ കുന്ത തഅലമുൽ ഇസ്മുൽ അഅ്ലം, ഇസ്മുൽ അഅ്ലം നിനക്ക് കിട്ടിയെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അതാ അപ്പോ ആ പോലീസുകാരനെ കണ്ട നീ എന്താ? ഇസ്മുല്ലാതെ പഠിച്ചിട്ട് പോലീസുകാരനെ കണ്ടെങ്കിൽ അതാ കാലു കുന്ത് അതുവാലി, പിന്നെ ഓനെ ഹലാക്കാൻ വേണ്ടി ഞാൻ ദ്വാരക്കും. ആ പാവപ്പെട്ട മനുഷ്യനാ തച്ചി അയാളെ വിറകെല്ലാം പിടിച്ചു പറിച്ചില്ലേ, അപ്പം ഹലാക്കൊണ്ട് ദ്വാരക്കും എന്ന് പറഞ്ഞു. ഫഖാല ലഹു, ശൈഖ് പറഞ്ഞു ഏലം അന്നൽ ഹത്താബ ഹുവല്ലദി അല്ലമനൽ ഇസ്മുൽ അഅ്ലം, എന്നാൽ എനിക്ക് ഇസ്മുല്ലാന്ന് പഠിപ്പിച്ചത് ആ വയസ്സനായി തോന്നുന്നു. ആ വിറക് കൊണ്ടുപോയാണ്. എന്തുകൊണ്ട്? വഅലം അന്നൽ ഇസ്മുൽ അഅ്ലം ലാ യസ്ലഹു ഇല്ലാ ലിമൻ യകൂനു അലാ ഹാദിഹി സിഫ, ആ വയസ്സായ ആള് ഏത് സിഫത്തിലാണോ ആ സിഫത്തുള്ള ആൾക്ക് മാത്രം ഇസ്മുൽ അഅ്ലം പറ്റുള്ളൂ. നീ കിട്ടിയ പാടുന്ന് ഉപയോഗിച്ചിട്ട് അലാക്കാക്കുന്നല്ലോ പറഞ്ഞു. എന്താണ്? ഒന്ന് മിനസ്സബരി,
അദ്ദേഹത്തിന് സബറുണ്ട്, വൽ റഹ്മത്തി അലൽ ഖൽഖി, അതുകൊണ്ട് അയാൾ ദ്വാർന്നിട്ടില്ല, വശഫഖത്തി അലൈഹിം, പടപ്പുകളുടെ മേൽ കാരുണ്യമുണ്ട്. ഇന്ന് ഖംറ് മൈസർ യസ്അലൂനക, കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ വരും. യസ്അലൂനക 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 13 വട്ടം ചോദ്യം ഉണ്ടെന്നാണ്. യസ്അലൂനക അനിൽ ഖംറി വൽ മൈസിർ, ഖംറിനെ കുറിച്ച് ചോദിക്കും, മൈസറിനെ കുറിച്ചും ചോദിക്കും. മൈസർ എന്ന് വെച്ചാൽ ചൂത്. ഖംർ എല്ലാവർക്കും അറിയാലോ. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നു, മാ റഅയ്തു ഖൗമൻ കാനൂ ഖൈറൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളുടെ അസ്ഹാബമാരേക്കാൾ ഖൈറായ ഒരു ഖൗമിനെയും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അസ്ഹാബിമാർ ഏറ്റവും ഖൈറായ ഖൗമാണ് കണ്ട്. എന്താ മാ സഅലു ഇല്ലാ അൻ 13 മസ്അല, 13 മസ്അലയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു പഠിച്ചത്. എല്ലാം എത്രപാട് ചോദിക്കാനുണ്ട്? 13 മസ്അല. ആ 13 മസ്അലയിൽ എന്തുണ്ട്? എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതാ കുല്ലുഹാ ഫിൽ ഖുർആൻ, ആ 13 മസ്അലയുടെ ചോദ്യം അത് ഖുർആൻ അല്ലാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്. മാ കാനു യസ്അലൂനഹു ഇല്ലാ അമ്മാ യൻഫഉഹും വയൻഫഉൽ മുസ്ലിമീൻ, അവർക്കും ബാക്കി മുസ്ലിമീങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന നാഫിയായ കാര്യമല്ലാതെ അവർ ചോദിക്കാറില്ല. ഇല്ലേ? മനസ്സിലായിട്ടില്ല. ഒന്ന് നേരത്തെ മതാവിനൊക്കെ ചോദിച്ചു കഴിഞ്ഞു. അനിൽ ഖംറി, ഖംറിന്റെ ഹുക്മ്, അതായത് അൻ ഹുക്മി തആതിഹ, കള്ള് അത് കൈകാര്യം ചെയ്യുന്നതിന്റെ ഹുക്ം എന്താണ്? വയദ്ഖുലു ഫീ തആതിൽ ഖംറി ബൈഉ വശിറാ, അത് വിക്കലും വാങ്ങലും എല്ലാം പെട്ട്, കുടിക്കൽ മാത്രമൊന്നല്ല. വഗൈറുഹിമാ മിമ്മാ ഹുവ അലാ ഖിലാഫി ശറഇ, ശറഇന് വിരുദ്ധമായ എല്ലാം പെട്ട്. വൽ ഖംർ എന്നുള്ള എന്താണ്? ഒരു മസ്തറാണ് സാധനം കണ്ടാൽ. ഖമറ യഖ്മുർ ഖംറൻ, അല്ല സൂറത്ത് മസ്തറല്ലേ, അത് മസ്തറുൻ ഖമറഹു എന്നതിൻ്റെ മസ്തറാണ്. ഖമറ എന്ന എന്താ? സതറഹു, മൂടി മറച്ചു. അപ്പൊ ഇത് മൂടുന്ന സാധനം എന്ന് മസ്തർ കൊണ്ട് പേര് വന്ന് ഖാമിർ എന്ന അർത്ഥത്തിനാണ്. പല മസ്തർ കൊണ്ടാ പേര് വന്നു. സയ്യിദുൻ അദ്ൽ എന്ന് പറയുന്നില്ലേ? സെയ്ദ് നീതിമാൻ അല്ല, നീതി തന്നെയാണ് സെയ്ദ് എന്ന് പറഞ്ഞ മാതിരി മൂടുന്ന സാധനമല്ല, മൂടൽ തന്നെയാണെന്നായി. സുമ്മിയത്ത് ഖംറൻ, അതിന് മൂടുന്ന സാധനം എന്ന് പേര് വന്നെന്താ? അലി തഖത്തിയത്തിഹൽ അഖലോ തംയീസ്, അഖലിനെയും തംയീസിനെ എന്താക്കും? അത് മൂടിക്കളയും. പിന്നെന്താ? ബഹീമത്തിന്റെ ഹുക്മിലായി മാറും. അതാ കാന്നഹ നഫ്സു സത്ർ, അതുകൊണ്ടെന്തായി? മറക്കലിന്റെ നഫ്സ് തന്നെയായി. അതുകൊണ്ട് മസ്തറിന്റെ രൂപത്തിലാണ് പേര് കൊടുത്തത്. മനസ്സിലാകുന്നല്ലോ. ഇതുപോലെ കമ്മ സുമ്മിയത്ത് സക്കറൻ, അതിന് സക്കർ എന്ന് പേരുണ്ടാവും. മസ്ത് അക്കലിനെയും തമീസിനെ എന്താക്കും? മസ്തുഹുമ, അത് തടയും. അപ്പൊ മൂടല് അതിന്റെ പ്രവർത്തനം ഇല്ലായ്മ ചെയ്ത് ഖംർ എന്ന് പറഞ്ഞാലും സക്കർ എന്ന് പറഞ്ഞാലും അങ്ങനെ. വൽ മൈസീറിനെ സംബന്ധിച്ചും ചോദിക്കും. എന്താ ഈ മൈസീർ? മൈസീർ എന്ന് പറഞ്ഞത് മസ്തറും മീമിയും, അതും മസ്തറാണ്, മീമി കൊടുത്തിട്ട് മസ്തറാക്കുന്നത്. അത് എന്തിൽ നിന്നാണ് പിടിച്ചത്? യുസറിൽ നിന്നാണോ യസാറിൽ നിന്നാണോ? ആ, അത് രണ്ടും ശരി തന്നെ. എന്തുകൊണ്ട്? യുസർ എന്നാണ് ഈ ചൂതാട്ടത്തിന് ഒരു വിഭാഗത്തിന് നഷ്ടം ഉണ്ടാവും, ഒരു വിഭാഗത്തിന് എന്താകും? കൊള്ള ലാഭം ഉണ്ടാവും. കൊള്ള ലാഭക്കാരൻ അധ്വാനിക്കാണ്ട് പൈസ കിട്ടിയ ബഗ യുസറിൽ നിന്ന് പിടിച്ചു മൈസൂർ. മറ്റോരെ സാമ്പത്തികം അങ്ങനെ തന്നെ പാപ്പറാക്കി കളഞ്ഞ വകൽ യസാറിൽ നിന്ന് പിടിച്ചു. അത് മനസ്സിലായി? അതാ പറയാ, അത് മിൻ യസറ ഇസ്തിഖാഖുഹു ഇമ്മാ മിനൽ യുസ്ർ, യുസ്റിൽ നിന്ന് പിടിച്ചതാവാം. അപ്പൊ ആർക്കായിരിക്കും? കിട്ടിയോരിക്കും. അത് ലിയന്നഹു അഖദുൽ മാലി ബി യുസ്രിൻ മിൻ ഗൈരി ഖദ്ദിൻ വ തഅബിൻ, അധ്വാനമോ ഒരു ഇപ്പൊ ഒന്നും ഇല്ലാതെ കണ്ടെന്താക്കി കുറെ പൈസ പിടിച്ചു പറിച്ചു എന്നുള്ളതാണ് യുസ്ർ. വ ഇമ്മാ മിനൽ യസാർ, യസാറിൽ നിന്നാവാം. യസാർ എന്താ? സാമ്പത്തികം, അതല്ലേ? ലിയന്നഹു സലബലഹു, അതിനെന്താക്കും? മറ്റവന്റെ സാമ്പത്തികം ഊരിക്കളഞ്ഞില്ലേ, മറ്റോ നഷ്ടപ്പെട്ടില്ലേ? വയദ്ഖുലു ഫീഹി ജമീഉ അൻവാഇൽ ഖിമാർ, ഈ മൈസർ മാത്രമല്ല ഖിമാർ എന്നുള്ള എന്ത് കളികളും എല്ലാം പെട്ടിട്ടുണ്ട്. അതുപോലെ ഖംർ എന്ന് പറഞ്ഞാൽ ദ്രാവകം മാത്രമല്ല, എല്ലാം പെട്ടിട്ടുണ്ട്.
ഖുൽ തങ്ങളുടെ മറുപടി ഫീഹിമാ ഈ രണ്ടിലുമുണ്ട് ഇസ്മുൻ കബീർ വമ്പിച്ച ഇസ്മുണ്ട് എന്ന് ആദ്യം പറഞ്ഞു. ഐ ഫീ തആത്തിൽ ഖംറി വൽ മൈസരി വസ്തിമാലിഹിമ ഖംറിലും മൈസറിലും അത് ഉപയോഗിക്കുന്നതിലും എന്തുണ്ട് ഇസ്മുൻ കബീർ ഉണ്ട്. അതിൻ്റെ ഒരു വശം എന്തുകൊണ്ട് ലിമ അന്നൽ അവല അവലേതാന്ന് ഖംർ അത് മസ്ലബത്തുല്ലിൽ നുഖൂൽ അഖലിനെ ഊരിക്കളയുന്ന സാധനമാണ്. അഖൽ എന്ന് പറഞ്ഞാൽ മനുഷ്യനിക്ക് അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ നിഅമത്താണ് അഖൽ. അതാണ് ഇപ്പോൾ ഊരിക്കളഞ്ഞത്. അതെ അതാ അല്ലത്തി ഹിയ ഖുതുബുദ്ദീനി വദ്ദുനിയ ദീനിന്റെയും ദുനിയാവിന്റെയും നെടും തൂണാണ് ഇത് അഖൽ. അതിനെ ഊരി മാ കൗനി കുല്ലിൻ മിൻഹുമാ അതിന് രണ്ടിനുള്ളത് ഇത് ഖംറിനുണ്ട് മൈസറിന് രണ്ടിനുള്ളത് എന്താണ് മുത്തലിഫത്തുൽ അംവാൽ മുതൽ നശിപ്പിക്കലുണ്ട്. മുതൽ നശിപ്പിക്കൽ എന്നുള്ള രണ്ടിലുണ്ട്. ഖംറിലോ ആഖിറ നശിപ്പിക്കുക എന്നുള്ള പറയുണ്ട്. ഇനി മനാഫിഉ ലിന്നാസ് ജനങ്ങൾക്ക് കുറച്ച് മൻഫഅത്തും ഉണ്ട് എന്ന് പറഞ്ഞു. ഒരു വശം നോക്കിയാൽ ഇസ്മുൻ കബീർ, മറ്റൊരു വശം ചില്ലറ ലാഭങ്ങൾ. ഇന്നത്തെ മൊബൈൽ പറഞ്ഞ മാതിരി കുറെ നേട്ടങ്ങളുണ്ട് കുറെ കോട്ടങ്ങളുണ്ട് എന്ന് പറഞ്ഞില്ലേ. ഇതിനെന്താക്കണം രണ്ടും കൂടി വന്ന തൂക്കണം. അതാ എന്താണ് മീൻ കസബി തറബി വൽ മുഗാലാത്തി ബി സമനിൽ ഖംറി ഒന്ന് തറബുണ്ടാക്കാം. മനസ്സിന് ഒരു ചരിപ്പുണ്ടാക്കലുണ്ടല്ലോ. അപ്പം വേറെ ടെൻഷനുകളൊന്നും അങ്ങോട്ട് നടക്കൂലെന്നും പറയും. അതുപോലെ ഖംറിന്റെ വില കൂട്ടുക, നല്ല ലാഭ കച്ചവടം ചെയ്യും. ഓ മനാഫിഉൽ മൈസർ എന്താണ് ഇസാബത്തുൽ മാലി മിൻ ഗൈരി ഖദ്ദിൻ വലാ തഅബിൻ നയിക്കാണ്ട് പൈസ കിട്ടലുണ്ട് അല്ലേ. എന്നിട്ട് വന്തിഫായിൽ ഫുഖറായി ബിലഹമിൽ ജസൂർ ഒട്ടകത്തിന്റെ ഇറച്ചി ഉണ്ടെന്ന് ഫുഖറായിന് കിട്ടും. കാരണം ഒട്ടകത്തിന് എണ്ണം പറഞ്ഞിട്ടായിരിക്കും ചിലപ്പം പഴയ കാലത്ത് ഈ മൈസൂർ നടക്കല്. കിട്ടിയവൻ എന്താക്കുമ്പോലോ അർത്ഥത്തിൽ വിതരണം ചെയ്യുമെന്നാ പറയും. അപ്പൊ സാധുക്കെ ഇറച്ചി കിട്ടാനുള്ള കാരണമായി. അതെ ഫഇന്നഹും കാനൂ യുഫദ്ദിഖൂനഹാ ലൽ മുഹ്താജീൻ 10 ഒട്ടകത്തിന് വേണ്ടിയാണെങ്കിൽ ചിലപ്പം ഇത് വെച്ചിട്ട് അപ്പൊ മുഹ്താജിങ്ങൾക്ക് ഓഹരി വെച്ചു കൊടുക്കും. അപ്പൊ ഇതൊക്കെയാണ് നേട്ടങ്ങൾ എന്ന ഇനത്തിൽ. കാലൽ വാഖിദി പറയുന്നു റുബ്ബമാ ഖമറൽ വാഹിദ് മിൻഹും ആ കൂട്ടത്തിൽപ്പെട്ട ആള് ഈ ഇതുണ്ട് ചൂതാട്ടം നടത്തലുണ്ട്. ഫീ മജ്ലിസിൻ മിഅത്ത ബഈർ 100 ഒട്ടകം വരെ എന്താക്കിയിട്ടുണ്ട് വെച്ച് കളിച്ച സമയമുണ്ട്. ഫയസീബ് മാലൻ അദീമൻ അയാൾക്ക് വമ്പിച്ച പൈസ കിട്ടി. ബിലാ നസബിൻ വലാ സമൻ ഒന്നും മുതലിട്ടിട്ടുമില്ല, ഒരു അധ്വാനം ഉണ്ടായിട്ടില്ല. സുമ്മ യുഅതീഹിൽ മുഹ്താജീൻ പിന്നെ മുഹ്താജീങ്ങൾക്ക് കൊടുക്കും അത് സമ്പാദിച്ചത്. എന്നിട്ടോ ഫയക്തസിബുൽ മദ്ഹ വസന പിന്നെന്താക്കും കുറെ മദ്ഹും സനാവും സ്തുതികൾ എന്താക്കും മറ്റാളാൾ പറഞ്ഞോളൂ ഇത്രയൊക്കെ ഭക്ഷണം കൊടുത്തതെന്ന് പറഞ്ഞിട്ട്. അതെ അതെല്ലാം പെട്ടെന്ന് അപ്പുറം പറഞ്ഞില്ലേ. അതാ നേരത്തെ അൻവാഉൽ ഖിമാർ നേരത്തെ പറഞ്ഞു. ഇനി പറയാൻ രണ്ടും കൂടെ തമ്മിൽ തൂക്കിയാന്ന് അത് രണ്ടിനുമുള്ള നഫിനേക്കാണ് ഇസ്മാണ് ഏറ്റവും കടുപ്പം കൂടിയത്. അപ്പൊ അത് ഹാലാണ്. ഇത് നേട്ടമുണ്ട് കോട്ടവുമുണ്ട്. എത്തരത്തിൽ ഇസ്മ് കൂടുതലും നേട്ടം കുറവുമാണ് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ വഫിൽ ഖംറി ഈ ഖൗൽ അദാവത്തി വൽ ബഗ്ള ഖംറിലുള്ള എന്താണുള്ളത് ശത്രുതയും തമ്മിൽ തർക്കങ്ങളും ഉണ്ടാക്കി തീർക്കും. വസ്തദ്യാൻ ദിക്രില്ല അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട് തടുക്കും. വാനിസ്തലാസ്കരിക്കാൻ സാധിക്കൂല. ഇനി വഹിയ തുസഫിഹുൽ ഹലീമ ഹലീമായ ഒരാളെന്താക്കും പഴത്തക്കാരനാക്കും. വയസീറു ഷാരിബുഹ അത് കുടിച്ച ആളായവൻ അവന്റെ മൂത്രം കൊണ്ടും കാഷ്ടം കൊണ്ടും അവന്റെ ചതിച്ചുകൊണ്ടെന്താക്കും അവൻ കളിക്കുന്നുണ്ടാവും. കമാ ദുക്കിർ ഇബ്നു അബി ദുനിയ റളിയല്ലാഹു അൻഹു പറയുന്നു അന്നഹു മർറ അലാ സക്രാൻ ഒരു കള്ളുകുടിച്ച് മസ്തായ ആളിൽ കൂടി പോയി. ബഹുവ ജബൂലു ഫി യദിഹിന്റെ കയ്യിലാ മൂത്രയിക്കുന്നു. എന്നിട്ട് വയംസഹു ബിഹി വജ്ഹഹു അതുകൊണ്ട് മുഖം തടകി. കഹൈഅത്തിൽ മുതവല്ലി ഒന്നുണ്ടാക്കുന്ന ആളെ കോലത്തിൽ. എന്നിട്ടോ അൽഹംദുലില്ലാഹി അല്ലദീ ജഅലൽ ഇസ്ലാമ നൂറാൻ ഫൽമാ തഹൂറാ എന്നാണ് പറയും ചെയ്തു. അതാണ് അപ്പൊ കള്ളുകൊണ്ടുണ്ടാകുന്ന ഓരോ കോട്ടങ്ങൾ. ഇനി വഫിൽ മൈസിൽ അന്നഹു ഇദാ ദഹബ മാലുഹു മിൻ ഗൈരി ഇവദിൻ ഒരാളെ പൈസ പോയി
നഷ്ടപ്പെട്ടിട്ട് അതിന് പകരം ഒന്നും കിട്ടിയില്ല. അപ്പൊ അവനെന്താ ഇവന്റെ ശത്രുവായില്ല, എന്റെ പൈസ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് അത് അസാഹുദാലിക്ക് അത് അവന് പെറ്റാണ്ടാകുമ്പോ ഫാദ സാഹിബഹു തട്ടിക്കൊണ്ടുപോയ സാഹിബിനോട് ശത്രുത വന്നിട്ട് ബക്കസതോ ബിസ്തോനെ കിട്ടി നിൽക്കുന്നുണ്ടാക്കും, കൊല്ലാനോ കൈകാര്യം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. وعن بعض الصحابة رضي الله عنهم أنه قال من زبد ابنته لشارب الخمر കള്ള് കുടിക്കുന്ന ഒരാൾക്ക് എന്താക്കി മകളെ കെട്ടിച്ചു കൊടുത്തു, പുജാപ്പിള്ളെ കള്ളുകൂടിനാണ്. ഫകഅന്നമാ സാഖഹാ ഇല സിന, അപ്പം മകളെ കൊണ്ടുപോയിട്ട് സിന ചെയ്യാൻ വേണ്ടി വിട്ടുകൊടുത്ത സ്ഥാനത്താണ് എന്ന് പറഞ്ഞാൽ മാന അന്ന ഷാരിബൽ ഹംദി, ഈ കള്ള് കുടിച്ചവൻ എന്താക്കും യക്കോ മിന്നു തലാക്കോ, അവന്റെ മകൻ ചിലപ്പോൾ തലാക്കുണ്ടാവും. തലാക്കുണ്ടായി പിടികൂടുമല്ലോ, മസ്തായിച്ചല്ലേ എന്ന് പിടികൂടല്ലോ. തലാക്കൊണ്ട് മാഹത ചെയ്യൂലേ, അപ്പം എന്താകും, അപ്പം ഭർത്താവല്ല ഇപ്പം ബഹുബലായു തലാക്കായിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. അതാണ് ആ സഹാബി പറഞ്ഞതിൻ്റെ കള്ളി. അപ്പോൾ ഫല്ലദീ യജിബു അലൽ വലിയ, അതുകൊണ്ട് വലിയൻ്റെ മേൽ വാജിബ് എന്താണ്, അല്ലാ യുസബ്ബിജ ബിനതഹു വലാ ഉഖ്തഹു മിൻ ഫാസിഖ്, അവന് മകളായാലും ശരി ഉഖ്തായാലും ശരി ഫാസിഖിന് കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല. അതുപോലെ വലാ മിമ്മ യതഅത്തൽ മുൻകറാത്ത്, മുൻകറാത്തിനെ കൈകാര്യം ചെയ്യുന്നവനിക്കും എന്താക്കാൻ പറ്റൂല, കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല. അതാണ് തീർന്ന്. വഅമ്മൽ മൈസിറു, മൈസിറിനെ പറ്റിയല്ലേ, വഹുവൽ ഖിമാർ, അതാണ് ഖിമാർ എന്ന് പറയും, ചോടതി. വൽ യാസിറു അതെന്താക്കും, കാമിർ അരിസ്മ ഫൈലൈറ്റ്. വക്കാന അസ്ലുൽ മൈസിരി ഫിൽ ജസൂർ, ആദ്യം ഇതിൻ്റെ അസ്ലെവിടെ നിന്നല്ലോ ഒട്ടകത്തിലാണ് ഉണ്ടാകണേ, ഇതിന് പകരം വെക്കുന്ന ഒട്ടകം. പിന്നെ വദാലിക അന്ന അഹ്ല സർവത്തി മിനൽ അറബി, അറബികളിൽപ്പെട്ട സമ്പന്നന്മാർ കാണു യസ്തറൂന ജസൂറൻ, അവർ ഒട്ടകത്തിനെ വാങ്ങും. തെറ്റോ വയലമനൂന സമനഹു വലാ യുദ്ദൂനഹു, അതിൻ്റെ സമന് ഏറ്റെടുക്കും, വീണിട്ടുണ്ടാവില്ല. സമന് തരാന്നോട്ട് ഏറ്റെടുക്കും, വീടൂല. ഇതിനാ ലിയദ്ഹറ ബിൽ ഖിമാരി അന്നഹു അലാ മൻ യജി, ലിയദ്ഹറ ബിൽ ഖിമാരി അന്നഹു അലാ മൻ യജിബു. കിമാർ കൊണ്ട് തെളിയാനാണ്. ഇതാനോ അല്ലാണോ കിമാർ കളിച്ചിട്ട് അത് ആരാണോ ബാധ്യത നോം കൊടുത്തോളുന്നു, ഇവൻ ഒട്ടകത്തിന് വാങ്ങി പൈസ കൊടുക്കൂല. എന്നിട്ടോ ഇതുകൊണ്ട് കിമാർ കളിച്ചിട്ട് ആരാണോ തോറ്റത് അവനെന്താക്കണം, പൈസ കെട്ടി കൊടുക്കണം. അല്ല ഫയൻഹറൂനഹ, എന്നിട്ടോ ഇത് അറുക്കും, ഹസനത്ത അജസാൻ 10 ഓര് ചെയ്യും ഒട്ടകത്തിനടുത്തിട്ട്. സുമ്മ യസ്തഹമൂന അലൈഹ ബി അശറത്തി അഖദാഹിൻ, എന്നിട്ടോ 10 കദഹ്, കദഹ് എന്ന് പറഞ്ഞാൽ ഒരമ്പുംകുറ്റി ഉണ്ടാവും, അതിനോളെന്നല്ലോ ഓതും. അത് ടിഫ്അലി ലാ തഫ്അലി അങ്ങനെ ഇങ്ങനെയാന്നിട്ട് ഇങ്ങനെ ബലിച്ചാൽ അതായിരിക്കും ഉത്തരം. ചില ജുലൂസോറാക്കലുണ്ടല്ല, ഇങ്ങനെ ഘട്ടൻ്റെ മുകളിൽ നിങ്ങളെ മുറാദ് ഹാസലാകും ആകൂല അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ നല്ല എഴുതിയിട്ട് ഒറ്റ ഏറ് പോലും ഏറിയിട്ട് എങ്ങനെ മരുന്ന് വീണ് യാസുലു അതിന് മുറാദ് ഹാസലാകും. ആക്രിയായ വല്ലതുണ്ട് ഇതിനകത്ത്. അക്കലായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇവർ കാര്യമായ കിതാബായിട്ടാണ് ജുലൂസുകളെ ഈ ഫസാദ് അയാസലാമിൽപ്പെട്ട തന്നെയാണ്. അതാ യുക്കാലുള്ളഹുൽ അസ്ലാം, അയാ കഥയിൻ്റെ പേര് അസ്ലാം എന്നാണ് ഖുറാനിലെ അസ്ലാം. സബഅത്തും മിൻഹ, ആ 10-ൽപ്പെട്ട 7 എണ്ണത്തിൽ ലഹ അൻസിബ, അതിന് ചില ഓഹരിക്കാരുണ്ടാവും. വസലാസത്തും മിന്ന, 3 എണ്ണത്തിലല്ല അൻസാബലഹ, അതിനെതില്ല ഓഹരിയില്ല. സുമ്മ യജ്അലൂനൽ ഖിദാഹ, പിന്നെ ആ ഖിദാഹിനെയാക്കും ഫീ ഖരീതത്തിൻ, ഒരു സഞ്ചിയിലാക്കിയിട്ട് തുസമ്മ റബാബത്ത് എന്നാണ് പേര്, ഇത് ഒളിപ്പിച്ചു വെക്കാന്. വയദഊനഹു അലാ യദി അദലി, നീതിമാനായ ഒരു മനുഷ്യൻ്റെ കൈമ കൊടുക്കും, ഒരു വിശ്വാസം വയ്ക്കുന്ന ഒരാളെ കൈമല്. നോക്കണേ, ഇസമ്മൽ മുജീൽ, അയാൾക്ക് പേര് മുജീൽ എന്നാണ്. അവർ ഇതിൻ്റെ ആ കമ്മിറ്റിൻ്റെ ഇതെല്ലാം കൂടി പറഞ്ഞതെന്ന്. യുജീലുഹ, അയാളെന്താക്കും അതിനിങ്ങനെ മറിച്ചിട്ട് വിജൽജുല കൊലിക്കേണ്ടി വിഹജിക്കുഹ ബില്ലതി, കൈ കൊണ്ടെന്താക്കും കൊലിക്കലി. എന്നിട്ടോ യുദ്ഖിലു യദഹു, അങ്ങനെ ആളെ കൈ കടത്തിയിട്ട് ഫയഖ്റുജു ബിസ്മി റജുലിൻ റജുലിൻ, ഓരോരുത്തരുടെ പേര് ഇങ്ങനെ എടുത്തു. അപ്പോൾ 7 എണ്ണത്തിൽ നിന്നുണ്ടാവും പേരുണ്ടാവും, 3 എണ്ണത്തിൽ ബ്ലാങ്കും ഉണ്ടാവും. തിരിഞ്ഞില്ലേ? കദ്ഹൻ
ഫമൻ ഖറജ ലഹു ഖദ്ഹും മിൻ ദാത്തിൽ അൻസിബ, ഓഹരിക്കാര വക്കൽ നിന്ന് ഏഴുണ്ടല്ലോ, അതിൽ പുറപ്പെട്ട അഖദൻ നസീബൽ മുഅയ്യന ലഹു, അയാൾക്ക് നിശ്ചയിക്കപ്പെട്ട നസീബ് അയാൾക്ക് കിട്ടും. വമൻ ഖറജ ലഹു ഖദ്ഹും മിമ്മാ ലാ നസീബ ലഹു, നസീബ് ഇല്ലാത്ത ആളതാ ബഹുവ സലാസത്തു, മൂന്നെണ്ണം ലം യഖുദ് ഷൈഅൻ, അയാൾക്കൊന്നും കിട്ടൂല. അപ്പോൾ ഖരീമ സംബന്ധിച്ച് മാത്രമാണ് കിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ഒട്ടകത്തിൻ്റെ പൈസ അയാൾ കെട്ടിക്കൊടുക്കുകയും വേണം. ആദ്യത്തെ കണ്ടീഷൻ അതില്ലേ. വക്കാനു യദ്ഫഉന അൻസിബ ഇലൽ ഫുഖറ, എന്നിട്ട് കിട്ടിയ ഓഹരി എന്താക്കും, ഫുഖറാക്കൾക്ക് കൊടുക്കലാണ്. വലാ യഅ്കുലൂന മിന്ന, അവർ സ്വയം തിന്നൂല. എന്നിട്ട് വയഫ്തഖിറൂന ബിദാലിക, ഇതുകൊണ്ട് ഫഖ്റ് താട്ടം, നമ്മൾ ഇത്രയൊക്കെ ഭക്ഷണം കൊടുത്ത ആളാന്ന്. ഇദ്ദേഹത്തിൽ മറ്റവനെ തോപ്പിച്ചുണ്ടാക്കിയ പൈസ, മറ്റവനെ പിടിച്ച് മുടിയുടെ അടുത്ത പൈസയാണ് ഇവർ കൊടുത്തേ. ആ പിന്നെ അതിൽ പ്രവേശിക്കാത്ത ആളാ ഓറന്താക്കും, ആക്ഷേപിക്കുകയും ചെയ്യും, ഇങ്ങനൊന്നും ചെയ്യാത്ത ആളാ. ആ വൈസമ്മോനഹുൻ, അതിന് ബുർമ് എന്നാണ്, ബുർമ് പേര് കൊടുക്കുന്നു. അതായത് ഈ തായിഫത്തിൽ കുറേ ആൾക്ക് ഓരോ പേര് കിട്ടി. ആ ബുർമ് എന്ന് പറഞ്ഞാൽ ലഈമ് എന്നാണ്, ദുഷ്ടൻ. അൽ അദീമുൽ മുറുവ, മുറുവത്തില്ലാത്തവൻ, കറമില്ല, മുറുവത്തില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ആക്ഷേപിക്കില്ല. നീ അതെ, ചില പാർട്ടി കൂടാൻ ഞാൻ പാർട്ടിക്കാർക്ക് ഭയങ്കര ദേഷ്യാന്നല്ല. അതാണ് പഴയ കാലത്ത് നടപ്പ. അത് അസുറുൽ ഖിമാറല്ലത്തി കാനത്തിൽ അറബ് തഫ്അലുഹു, അറബികൾ ചെയ്യാറുള്ള ഖിമാറിന്റെ അസലാണ് ഈ പറഞ്ഞത്. ഫനുഹിയൽ മുസ്ലിമൂന അൻഹു, അതിനെ തൊട്ട് മുസ്ലിമീങ്ങളെ അല്ലാഹു തആല എന്താക്കി, നിരോധിച്ച്. വൽ മുറാദു മിനൽ ആയത്തി, ആയത്തിൽ നിന്നുള്ള മുറാദ് ജമീഉ അൻവാഇൽ ഖിമാർ, ഖിമാറിന്റെ എല്ലാ ഇനങ്ങളും പെടും. അറബികളാക്കുന്ന അത് മാത്രമല്ല. അതായത് ഒരു കൂട്ടർക്ക് നഷ്ടവും ഒരു കൂട്ടർക്ക് ലാഭം കൊയ്യലുണ്ടാകുന്ന എല്ലാം വിരോധിച്ചു. അതിന് പിന്നെ നെറുത്, ഷത്തറഞ്ച്, ഇങ്ങനെ ഖൈറുഹുമ എല്ലാം അതിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷിനെ വെച്ചിട്ട് കളിക്കലാണ് നെറുത്. പിന്നെ ഒരു റജുലി മറ്റൊരു റജുലിനോട് പറഞ്ഞ് ഇത്ര മുട്ട ഞാൻ തിന്നും. തീച്ച് മത്സരം. അല കഥാ കഥാ മിനൽ മാൽ, അങ്ങനെ തിന്നാൽ എന്താകണം, ഇത്ര പൈസ എനിക്ക് തരണം. 150 മുട്ട 200 മുട്ടയെല്ലാം തിന്നു. ഫഖാല അലി റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞ് ഹാദാ ഖിമാറൻ, അതും ഖിമാർ തന്നെയാണ്. നീ മുട്ട ഒന്നുണ്ടോ, മറ്റോ പൈസന്റെ കടമന്തള്ളു. വഅൻ ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു കുല്ലു ശൈഇൻ ഫീഹി ഖാതറുൻ ഫഹു മിനൽ മൈസിർ, ഈ ജാതി നഷ്ടങ്ങളും ഓട്ടങ്ങളൊക്കെ ഉള്ളത് എല്ലാം മൈസൂരാണ്. അവിടെ വെച്ചാലോ അല്ല, ഈ എത്താമിൻ്റെ അവിടെ വെക്കാം. പിന്നെ ഒരു പേരും കിടക്കും കൂടിയുണ്ട്. സ്വാലി 10 കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് മൊത്തം 13 ഉണ്ടെന്ന് പറഞ്ഞില്ലേ. നേരത്തെ ആർക്ക് കൊടുക്കണം എന്നാ മറുപടി പറഞ്ഞത്. യസ്അലൂനക മാദാ യുൻഫിഖൂൻ എന്ന് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇന്ന് തുടങ്ങിയത് അല്ലേ. ഇനി എന്ത് കൊടുത്ത യസ്അലൂനക മാദാ യുൻഫിഖൂൻ, ഇവിടെയും പറഞ്ഞു യസ്അലൂനക മാദാ യുൻഫിഖൂൻ. ഇവിടെ ആദ്യം പറഞ്ഞതല്ല, അതാ പറയുന്നത്. കമാ യസ്ലഹു സുആലൻ അൻ ജിൻസിൽ മുൻഫഖി, ചെലവാക്കപ്പെടുന്ന വസ്തു ഉണ്ടല്ലോ, ജിൻസ്, സ്വർണ്ണമാണോ വെള്ളിയാണോ, അതിന് സുആലാകുന്നത് പോലെ യസ്ലഹു സുആലൻ അൻ കമിയത്തിഹി വ ഖദരിഹി, അതിൻ്റെ അളവും. അപ്പം എന്തായി, ഞാൻ നേരത്തെ പറഞ്ഞു 3 കാര്യം. ഒന്ന്, എത്ര കൊടുക്കണം, എന്ത് കൊടുക്കണം, ആർക്ക് കൊടുക്കണം. ആർക്ക് കൊടുക്കൽ ഉത്തരം നേരത്തെ കഴിഞ്ഞു. അതിനാ പ്രാധാന്യം വെച്ചിട്ട് ആദ്യം പറഞ്ഞു. ഇനി ഏതാണ്, എന്ത് കൊടുക്കണം, എത്ര കൊടുക്കണം എന്നുള്ളതാണ്. മനസ്സിലാകുന്നില്ല. അപ്പൊ കുലില്ല അഫുവ, അഫുവിനെ കൊടുത്തോന്ന് പറഞ്ഞു. അഫുവ് തന്നെ മാപ്പ് എന്നല്ല പറയട്ടെ. ഐ അംഫിഖുൽ അഫ്വ വഹുവ നഖീദുൽ ജുഹദി, ജുഹദ് മശക്കത്താണ്. അതായത് നിങ്ങൾക്ക് മശക്കത്താകുന്ന രീതിയിൽ കൊടുക്കണ്ട, മശക്കത്താവാത്തതിന് കൊടുത്തോ. അതാ നിങ്ങൾക്ക് താങ്ങാനാവുന്നതും നിങ്ങളെ കഴിവിന്റെ പരിധിയിൽ പെട്ടെന്ന് കൊടുക്കുക. മനസ്സിലെ. അപ്പൊ ഫൽ അഫ്വ മിനൽ മാലി, അപ്പൊ മാലിൽ നിന്നുള്ള അഫ്വ് എന്ന് പറഞ്ഞാൽ എന്താ, മാ യസ്ഹുൽ ഇൻഫാഖു, അത് കൊടുക്കൽ എളുപ്പമാകുന്നത്. നിങ്ങൾ എത്ര കൊടുക്കും, ഞാൻ 1000 കൊടുക്കാൻ 10,000 കൊടുക്കും, അവനവന്റെ കഴിവിന്റെ പരിധിയിൽ. എന്നല്ലാണ്ട് അങ്ങോട്ട് നിർബന്ധിച്ച് നിന്റെ കണക്ക് ഞാൻ ലക്ഷം തീരെ തന്നേ പറ്റൂ എന്ന് പറഞ്ഞാൽ പിടിച്ചു വരിക്കലാണ്. അതൊന്നും പറ്റൂല. വിടുന്നില്ലെങ്കിൽ പോയി പണി നോക്കണം പറയണം.
പിടിച്ചു പറിക്കാൻ. എന്നാ പിന്നെ കത്തിയെടുത്തൂടെ ഒന്നൂടെ. ഇനി നേരെ ഓപ്പോസിറ്റ് ജഹിദ് നോക്കറ മിനൽ മാലി. അഫുവിന്റെ ഓപ്പോസിറ്റ് ഏതാന്ന്? ജഹിദ്. അത് മാ യാസുർ ഇൻഫാഖു, ഇൻഫാഖ് കഴിയാത്തത്. ഇനി വൽ ഖദറുൽ മുൻഫഖു, ഇനി ചെലവാക്കപ്പെടുന്ന ഖദർ ഇന്നമായക്കും ഇൻഫാഖുഹു സഹിലൻ, ഇവർക്ക് ഇൻഫാഖ് ഏറ്റവും എളുപ്പമാകുന്ന എത്രയാണോ അതാൻ്റെ ഖദർ. അവ 10 100 ഒരു പരിധി വെക്കലില്ല. അവന്റെ സാമ്പത്തിക ശേഷി അനുസരിച്ച് എത്രയാണോ കഴിയുന്നത് അത്. എപ്പോൾ ഇദാ കാന ഫാദിലൻ അൻ ഹാജത്തി നഫ്സിഹി വ ഇയാലിഹി, അവന്റെ സ്വന്തം നഫ്സിന്റെയും അവന്റെ കൂട്ടുകുടുംബം മക്കളിലുണ്ടല്ലോ അവരെ നഫ്സി കഴിച്ചിട്ട് ബാക്കി വരുന്നതിൽ നിന്ന് അവരെ പട്ടിണി എടുത്തിട്ട് കൊടുക്കണമെന്ന് പറയുന്നില്ല. വമൻ അലിഹി മൗനത്തു, അതുപോലെ ഇവന്റെ മേലിൽ ആരെല്ലാം ചെലവ് വഹിക്കണമോ, ഇതാണ് അഫബ്. അപ്പൊ രണ്ടെണ്ണത്തിന് ഉത്തരത്തിന് കിട്ടി. അത് മുമ്പ് പറഞ്ഞില്ലേ, കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്ത് ലഅല്ലക്കും തതഫക്കറൂന ഫിദ്ദുനിയ വൽ ആഖിറ. കദാലിക, ഈ ദാലിക പോലെ എന്നല്ലേ പറയുന്നത് അല്ലേ? ഈ ദാലിക ഇശാറത്തെടുത്തേക്ക അൽ കാഫ് ഫി മഹല്ലിൻ നസ്ബി. ഈ കദാലിക്കന്റെ കാഫ് നസ്ബിന്റെ മഹലിലാണ്. സിഫത്തുൽ മസ്തരി മഹദൂഫിൻ, കളയപ്പെട്ട ഒരു മസ്തർ അവിടെ സങ്കല്പിക്കണം. എന്നുവെച്ചാലോ ഐ തബ്യീനൻ മിസ്ല ഹാദ തബ്യീനീൻ, തബ്യീനൻ സങ്കല്പിക്കുക. എന്ത് തബ്യീൻ? യുബയ്യിനുല്ലാഹു ഇപ്പുറം പറഞ്ഞില്ലേ, അതിന്റെ മസ്തർ അതെ മഫ്ഊൽ മുത്ലഖ്. മിസ്ല ഹാദ തബ്യീൻ, ഈ തബ്യീൻ പോലെ അതിലേക്കാണ് കദാലിക. ഐ യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്ത്, അല്ലാഹു ആയാത്തുകളെ വെളിവാക്കി തരും. ഈ കോലത്തിൽ എങ്ങനത്തെ ആയത്ത്? അദ്ദാല്ലത്തുൽ ഹക്കാമി ശർഇയ്യ, ശർഇയ്യായ ഹക്കാമിന്റെ മേൽ അറിയിക്കുന്ന ആയാത്തുകളെ ഈ കോലത്തിലാണ് അല്ലാഹു തആല വ്യാഖ്യാനിച്ചു തരിക. എന്തിനാ? ലഅല്ലക്കും തതഫക്കറൂൻ ഫിദ്ദുനിയ വൽ ആഖിറ. ഈ ഫിദ്ദുനിയാന്റെ ഫീന്റെ തഅല്ലുഖ് എടുത്തേക്കാന്ന് അതും മൂപ്പർ പറയും. ഐ ലികൈ തതഫക്കറൂ ഫി ഉമൂരിദ് ദാറൈൻ. അപ്പൊ തതഫക്കറൂനിലേക്ക് ഫിദ്ദുനിയാന്റെ ഫീന്റെ തഅല്ലുഖ് തതഫക്കറൂനിലേക്ക്. ഐ ലികൈ തതഫക്കറൂ ഫി ഉമൂരിദ് ദാറൈൻ. അപ്പൊ ഫതഖുലൂ ബിമാ ഹുവ അസ്ലഹു ലക്കും വഅസ്ഹലു ഫിദ്ദുനിയ, നിങ്ങൾക്ക് ഏറ്റവും മെച്ചമായതും ഏറ്റവും എളുപ്പമായതും കൊണ്ട് നിങ്ങൾ പിടിക്കും. പരലോകത്തേക്ക് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായതും. അപ്പൊ ദുന്യാവിനെ നിങ്ങൾക്ക് പട്ടിണി നടന്ന് കഷ്ടപ്പെടുന്ന ചുറ്റുപാട് വരില്ല, പരലോകത്ത് കൂലിയും കിട്ടി. കുറച്ച് പേർ കയ്യിൽ മിച്ചില്ല, ഞാൻ ഇവർ ദുന്യാവ് നടക്കൂലല്ലോ. പരലോകത്ത് നിറവുണ്ടാക്കുന്നതിനും നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞു, ദുന്യാവിന് കഷ്ടപ്പാടാക്കുന്നതിനും നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞു. തിരിഞ്ഞില്ലേ? ഖാലൽ ഇമാമുൽ ബഗവി പറയുന്നു, യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാതി ഫീ അംദിദ് ദുനിയ വൽ ആഖിറ. അത് മറ്റൊരു തഫ്സീറാണ്. ഇത് ദുന്യാവിന്റെ വിഷയത്തിലും അല്ലാഹു തആല ആയാത്തുകളെ ഒളിവാക്കി തരും, ആഖിറത്തിന്റെ വിഷയത്തിലും അല്ലാഹു തആല എന്താകും? വെളിവാക്കി തരും. ഇതിനെ ലഅല്ലക്കും തതഫക്കറൂന ഫീ സവാലിദ് ദുനിയ, ദുന്യാവ് നീങ്ങിപ്പോകുന്നതാണ് എന്ന് ചിന്തിക്കാനില്ല. അപ്പൊ ദുന്യാവിന്റെ ഫനാ, അതുപോലെ തന്നെ ഫനായിഹ, അന്നേരം എന്താക്കും? നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് സുഹൃത്തുണ്ടായിത്തീരും. അത് മറ്റൊരു തഫ്സീറാണ്. വഫി ഇഖ്ബാലിൽ ആഖിറത്തി, ആഖിറമത ഇങ്ങോട്ട് വരുന്നുണ്ട്. വബഖായിഹ, അത് ബാക്കിയാകും. ഫതർഗബു ഫീഹ, അപ്പം എന്താക്കും? ആഖിറത്തിൽ ആഗ്രഹിക്കുകയും ചെയ്യും. അപ്പൊ മറ്റേതിൽ സുഹൃത്തും ഉണ്ടാക്കി, ഇപ്പറയും റജാ ഉണ്ടാക്കി. വഹാദിഹിൽ ആയത്തു, ഈ പറയപ്പെട്ട ആയത്ത് തുറഖിബു ഫി തസദ്ദുഖി, സദഖ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചിരിക്കുന്നു അല്ലേ? ലാകിൻ ബിശർത്തി അൻ യകൂന ദാലിക മിൻ ഫളിൽ മാലി വഅഫവിഹി, നിങ്ങൾ ചെലവും കഴിച്ച് ബാക്കിയുള്ളതും നിങ്ങൾക്ക് താങ്ങാനാവുന്നതുമായ ഖദർ കൊടുക്കണം എന്ന ഷർത്തോടു കൂടി. അപ്പൊ ആദ്യത്തെ തഫ്സീർ കുറച്ചും വേഗം വ്യക്തമാകുന്നു. ഇനി യതീമക്കുള്ള സംരക്ഷണം അടുത്ത സ്വാല് എന്ന് പാടെ വെക്കാൻ തോന്നുന്നു അല്ലേ?